എഴുന്നേറ്റ് ആമേൻ ഗിദെയോനോട് പറയുകയാണ്, ഗിദെയോനെ ഞങ്ങൾക്ക് കൊല്ലണം, ഗിദെയോനെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? കൊല്ലണം. അപ്പോൾ ഗിദെയോനെ കൊന്നുകളയുവാൻ എഴുന്നേറ്റ പട്ടണത്തിന്റെ ശക്തി. എന്തുകൊണ്ടാണ് പട്ടണത്തിന്റെ ശക്തി ഗിദെയോനെ കൊന്നുകളയുവാൻ എഴുന്നേറ്റത്? ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ ചിന്തിക്കാൻ പോകുകയാണ്. പട്ടണത്തിന്റെ ശക്തികൾ എന്തുകൊണ്ടാണ് ഗിദെയോന് നേരെ അവനെ കൊന്നുകളയുവാൻ എഴുന്നേൽക്കുവാനിടയായത്? 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 22 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഗിദെയോന് വ്യത്യസ്തമായ രീതിയിൽ അടയാള സഹിതം വെളിപ്പെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പെടുന്നതായി അതിൻ്റെ 18, 19, 20, 21 വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോഴാണ് ഗിദെയോൻ ദൈവത്തോട് ചില അടയാളങ്ങൾ ചോദിക്കുകയും അടയാളങ്ങൾക്കനുസരിച്ച് ദൈവം അവന് വേണ്ടി വെളിപ്പെടുകയും ചെയ്യുന്ന ഭാഗമാണ്. വായിച്ച 22 മുതൽ 24 വരെ വായിച്ചാട്ടെ. ആ ആ ആ ശ്രദ്ധിക്കണം നിങ്ങൾ. അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുന്നത്. 17-ാമത്തെ വാക്യം. ദൈവമാണ് ഗിദെയോനോട് സംസാരിച്ചത്. ദൈവം എന്താണ് ഗിദെയോനോട് സംസാരിച്ചത്? ദൈവം ഗിദെയോനോട് സംസാരിച്ചത് എന്താണെന്ന് അതിന്റെ 14-ാമത്തെ വാക്യത്തിലുണ്ട്. വായിച്ചേ. ദൈവം ഗിദെയോനോട് പറയുകയാണ്, മിദ്യാനിൽ എന്ന് പറയുന്ന ഈ മുഴുവൻ ശക്തിയെ നീ എന്ത് ചെയ്യും? നീ അവരെ മിദ്യാനുടെ ഇസ്രായേൽ ജനത്തെ മിദ്യാന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? മാത്രമല്ല 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ ഒറ്റ മനുഷ്യനെ പോലെ എന്ത് ചെയ്യും? ഒറ്റ മനുഷ്യൻ, നീ ഒറ്റയ്ക്ക് നിന്ന് ഈ മിദ്യാന്റെ ശക്തികളെ മുഴുവനും നീ എന്ത് ചെയ്യും? തോൽപ്പിക്കും. വെട്ടുക്കിളി പോലെ അസംഖ്യമായി കിടക്കുന്ന മിദ്യാന്റെ ശക്തികളെ നീ ഒറ്റയ്ക്ക് നിന്ന് എന്ത് ചെയ്യും? തോൽപ്പിക്കുമെന്ന് ഗിദെയോനോട് ദൈവം പറയുമ്പോൾ ഗിദെയോനൊരു സംശയം. അതുകൊണ്ടാണ് ഗിദെയോൻ ചോദിക്കുന്നത്. എന്താ ഗിദെയോൻ ചോദിച്ചത്? നീ തന്നെയാണ് ദൈവമേ, നീ തന്നെയാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് എന്ത് ചെയ്യണം? അടയാളം തരണം, അടയാളം തരണം. താഴോട്ടുള്ള വാക്യത്തിൽ ദൈവം അവൻ അടയാളം കൊടുക്കുകയാണ്. ദൈവം തന്നെയാണ് തന്നോട് സംസാരിക്കുന്നു എന്ന വിഷയത്തിൽ ദൈവം തനിക്ക് അടയാളം കൊടുക്കുന്നു എന്ന് താഴോട്ടുള്ള വാക്യത്തിൽ കാണുന്നു. അടയാളം കൊടുത്തു വരുന്ന ഭാഗത്തിലാണ് നമ്മൾ വായിച്ചത്. 22-ാം വാക്യത്തിൽ ദൈവം മുഖാമുഖമായി അവനോട് സംസാരിക്കുകയും ദൈവത്തിനെ കാണുവാനിടയാകുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ കാണുന്നു. താഴോട്ട് വായിച്ചു വരുമ്പോൾ ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം എന്ത് ചെയ്തു? പണിതു. ഗിദെയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. എന്തിനാ യാഗപീഠം പണിയുന്നത്? എന്തിനാ യാഗപീഠം പണിയുന്നത്? യാഗപീഠം എന്തിനാ പണിയുന്നേ? പറഞ്ഞാട്ടെ. ആരാധിക്കുവാനാ യാഗപീഠം പണിയുന്നത്. എന്തിനു വേണ്ടിയാ? ആരാധന കൊടുക്കുവാനാ യാഗപീഠം പണിയുന്നത്. ആരാധന കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാം, അവിടെ ഗിദെയോൻ യഹോവയ്ക്ക് എന്തു കൊടുത്തു? ആരാധന കൊടുത്തു. ഈ ആരാധന ദൈവത്തോടുള്ള നന്ദിയുടെ ആരാധനയായിരുന്നു. കാരണം എനിക്കൊരടയാളം നീ തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച ഗിദെയോന് ദൈവം എന്ത് നൽകുക? അടയാളം നൽകുക. കൂടെ വരുന്നില്ല. ദൈവത്തിനൊരു അടയാളം, ദൈവസന്നിധിയിൽ ഒരു അടയാളം ചോദിച്ച ഗിദെയോന് ദൈവം എന്ത് നൽകുന്നു? ഒരു അടയാളം നൽകുന്നു. അതിനോടുള്ള ബന്ധത്തില് ദൈവത്തിന് നന്ദി കൊടുക്കുന്ന താങ്ക്സ് ഗീവിംഗ് വർഷിപ്പ്, ദൈവത്തിന് നന്ദി കൊടുക്കുന്ന ഒരാരാധനയാണ് ആ വാക്യത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്തത്? കണ്ടത്. നന്ദി കൊടുക്കുന്ന ഒരാരാധന. 2 യാഗത്തെക്കുറിച്ച്, 2 ആരാധനയെക്കുറിച്ച് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 ആരാധനയെക്കുറിച്ച് എൻ്റെ കൂടെ നിങ്ങൾ വരണം. 2 ആരാധനയെക്കുറിച്ച് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയും. 1-ാമത്തെ യാഗപീഠവും യാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇനി അടുത്ത യാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. 25-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. ആ ആ ആ ആ ആ ആ ആ ആ ആ നിങ്ങൾ ശ്രദ്ധിക്കണം. 24-ാം വാക്യത്തിൽ ഒരു യാഗം നടന്നു. 24-ാം വാക്യത്തിൽ എന്ത് നടന്നു?
ഒരു യാഗം നടന്നു, അല്ലെങ്കിൽ ഒരു ആരാധന നടന്നു. ആർക്കു വേണ്ടിയാ യാഗപീഠം 24-ാം വാക്യത്തിൽ ഗിദെയോൻ പണിതത്? ദൈവത്തിന് വേണ്ടിയാണ് ഗിദെയോൻ 24-ാം വാക്യത്തിൽ യാഗപീഠം പണിതത്. ആമേൻ. എന്നാൽ 24-ാം വാക്യത്തിൽ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച ഗിദെയോൻ 25-ാം വാക്യത്തിൽ വീണ്ടും ദൈവം പറയുകയാണ്, അന്ന് രാത്രി ദൈവനോട് സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? നിന്റെ കേട്ടില്ല. ഇനി ഒന്നാമത്തെ യാഗം നടന്നത് എവിടെയാ? ഒന്നാമത്തെ യാഗം നടന്നത് എവിടാ? അതിനകത്തുണ്ടല്ലോ. ഒന്നാമത്തെ യാഗം നടന്നത് അത് ഇന്നുവരെയും അബ്രേസർക്കുള്ള ഒഫ്രീമിൽ ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ യാഗം നടന്നത് ഈ പ്രത്യേക സ്ഥലത്താണ്. ഒന്നാമത്തെ യാഗം എന്ത് ചെയ്തത്? നടന്നത്. അതിന്റെ 11-ാമത്തെ വാക്യത്തിനകത്തുണ്ട്, അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രിയിൽ അബ്രേസനായ യോവാഷിന്റെ അപ്പൊ അവിടെയാണ് ഈ യാഗം എന്ത് ചെയ്തത്? ഒന്നാമത്തെ യാഗം നടന്നത് അവിടെയാണ്. എന്നാൽ സർവശക്തനായ ദൈവം വീണ്ടും ഗിദെയോനോട് പറയുകയാണ്, ഒരു യാഗപീഠം പണിയണം. ഇനിയും ഒരു യാഗപീഠം എന്ത് ചെയ്യണം? പണിയണം. ഒരു യാഗപീഠം പണിയണം. ഒരു യാഗം നടക്കണം. അത് നടക്കേണ്ടത് മറ്റെങ്ങുമല്ല, അത് നടക്കേണ്ടത് നിന്റെ ഭവനത്തിനകത്താണ്. എവിടെയാണ് നടക്കേണ്ടത്? നിന്റെ ഭവനത്തിനകത്താണ്. എന്റെ കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഭവനത്തിനകത്താണ് ഇനി യാഗപീഠം നീ എന്ത് ചെയ്യേണ്ടത്? പണിയേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ആമേൻ. 24-ാമത്തെ വാക്യത്തിൽ ഒരു യാഗപീഠം പണിതു, യാഗം നടത്തി. അതവന്റെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു താങ്ക്സ് ഗിവിംഗ് ആയിരുന്നു. ദൈവത്തിന് നന്ദി കൊടുക്കുന്ന ഒരാരാധനയായിരുന്നു. എന്നാൽ 25-ാമത്തെ വാക്യം മുതൽ ദൈവം പറയുകയാണ്, ഇനി ഒരു യാഗപീഠം നീ പണിയണം. ആ യാഗപീഠം പണിയുന്നത് നിന്റെ ഭവനത്തിനകത്താണ്. സ്തോത്രം. ആ യാഗപീഠം പണിയുന്നത്, ആ യാഗം നടത്തേണ്ടത് എവിടെയാണ്? നിന്റെ ഭവനത്തിനകത്താണ്. കരങ്ങളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആ യാഗപീഠം പണിയേണ്ടത് എവിടെയാണ്? നിന്റെ ഭവനത്തിനകത്താണ്. സ്തോത്രം. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കണം, ഒന്നാമത്തെ യാഗം നടന്നതുപോലെ രണ്ടാമത്തെ യാഗം എളുപ്പമല്ല. ഒന്നാമത്തെ യാഗം ചെയ്തതുപോലെ രണ്ടാമത്തെ യാഗം എന്തല്ല? എളുപ്പമല്ല. ഒന്നാമത്തെ യാഗപീഠം പണിതതുപോലെയോ ഒന്നാമത്തെ യാഗം കഴിച്ചതുപോലെയോ രണ്ടാമത്തെ യാഗം എന്തല്ല? എളുപ്പമല്ല. ഒന്നാമത്തെ യാഗം ദൈവം ചെയ്തതിന് നന്ദി കൊടുക്കുന്ന ഒരു യാഗം, ദൈവം ചെയ്തതിന് മഹത്വം കൊടുക്കുന്ന ഒരാരാധന. എന്നാൽ രണ്ടാമത്തെ യാഗത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ യാഗം അത്ര എളുപ്പമല്ലെന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ? അവിടെ പറയുകയാണ്, യഹോവ അവനോട് കൽപ്പിച്ചപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അസേരാ പ്രതിഷ്ഠകളെ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. സ്തോത്രം. ശ്രദ്ധിക്കണം. അവൻ നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠങ്ങളെ ഇടിച്ച് അസേരയുടെ പ്രതിഷ്ഠകളെ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. ഒന്നാമത്തെ ആരാധനയ്ക്കകത്ത് വെട്ടിക്കളയുക എന്നോ ആമേൻ ഇടിച്ചു കളയുക എന്നൊന്നും ദൈവം പറഞ്ഞില്ല. ഒന്നാമത്തെ ആരാധന അവൻ സ്വയമേ ദൈവത്തിന് നന്ദി കൊടുത്ത ആരാധനയാ. പക്ഷെ രണ്ടാമത്തെ ആരാധനയിലേക്ക് വരുമ്പോൾ ദൈവം പറയുകയാണ്, എന്നും സ്തോത്രവും സ്തുതിയും പറഞ്ഞു പോയാലൊന്നും കാര്യം നടക്കത്തില്ല. ആമേൻ. നീ ചെയ്യേണ്ട ഏറ്റവും ശക്തമായൊരു നിയോഗം നിന്റെ മേൽ കിടപ്പുണ്ട്. സ്തോത്രം. മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ വരുന്നവർക്ക് ഇത് മനസ്സിലാകും. ആമേൻ. വളരെ പ്രധാനമായൊരു ഭാഗമാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ വിടുതലിന് വേണ്ടിയുള്ള ദൂത ഞാൻ സംസാരിക്കുന്നേ. എൻ്റെ കൂടെ നിങ്ങൾ വന്നാട്ടെ. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ആരാധന കഴിഞ്ഞിട്ട് ദൈവം ഗിദെയോനോട് പറയുകയാണ്, രണ്ടാമത്തെ ആരാധന നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടണം, നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടണം. ആ ആരാധന വെളിപ്പെടണമെങ്കിൽ അതിന് മുൻപിട്ട് എന്ത് ചെയ്യണം? നിന്റെ ഭവനത്തിനകത്തുള്ള ബാലിന്റെ ബലിപീഠങ്ങളെ ഇടിച്ച് അസേരയുടെ പ്രതിഷ്ഠകളെ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ യാഗം എളുപ്പമായിരുന്നു, ഒന്നാമത്തെ ആരാധന എളുപ്പമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ആരാധന അത്ര എളുപ്പമല്ല. മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത്തെ ആരാധനയ്ക്കകത്ത് ഇടിയും പൊളിയും ഒന്നുമില്ല. ഒന്നാമത്തെ ആരാധനയ്ക്കകത്ത് കയ്യടി അന്യഭാഷയെ മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ ആരാധനയ്ക്കകത്ത് ഒരു ശുദ്ധീകരണമുണ്ട്.
മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ കുറെ സ്തോത്രം പറഞ്ഞാൽ, നമ്മൾ കുറെ സ്തുതിച്ചാൽ, നമ്മൾ കുറെ കൈയടിച്ചാൽ, നമ്മൾ കുറെ വിശർത്താൽ അതിനകത്തെല്ലാം ആയെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, ഗിദെയോനെ, നീ ഒന്നാമത്തെ ആരാധന നടത്തി, അതിന് യഹോവ ശാലേം എന്ന് നീ പേരിട്ടു, ഒക്കെ ശരിയാ. പക്ഷേ നീയുമായി ബന്ധപ്പെട്ട് നിന്റെ ഭവനത്തിനകത്ത് ഇനിയും ചില മാറ്റങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, നിലനിൽക്കുന്ന ഒരു വിടുതൽ നിനക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ ആരാധിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് നിന്നിൽ കൂടെ ചില മാറ്റങ്ങൾ വരണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വളരെ വളരെ ശ്രദ്ധിച്ച്, വളരെ ആലോചിച്ച് ആമേൻ പറഞ്ഞ് കൈയടിച്ച് പോയാൽ മതി പ്രിയരെ. സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത് പോലെ ആമേൻ ഞായറാഴ്ചത്തെ 2 മണിക്കൂറത്തെ കൈയടി കൊണ്ട് ദൈവത്തിൽ നിന്ന് എല്ലാം പിടിച്ചെടുക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളെ പോലെ അബദ്ധമായി ചിന്തിച്ചവർ മറ്റാരുമില്ല. 2-2.5 മണിക്കൂറത്തെ ആരാധന കൊണ്ടൊന്നും ദൈവത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ ആരാധിച്ചോ. 24-ാം വാക്യത്തിൽ ആരാധിച്ച ഗിദെയോനെ അത് പോരാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. 24-ാം വാക്യത്തിന്റെ ആരാധന പോരാ നിനക്ക്. 24-ാം വാക്യത്തിൽ ദൈവം ചെയ്തതിന് അവൻ നന്ദി കൊടുക്കാൻ പറയുമ്പോൾ നന്ദി കൊടുത്താൽ പോരാ, സ്തുതിക്കാൻ പറയുമ്പോൾ സ്തുതിച്ചാൽ പോരാ, പാടാൻ പറയുമ്പോൾ പാടിയാ പോരാ. പിന്നെയോ അതിനേക്കാൾ വലിയ ഒരു ആരാധന വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അത് നിന്റെ ഭവനത്തിനകത്താണ്. എനിക്കറിയാം ഈ ചർച്ചിനകത്ത് അങ്ങനെ ഒരു ആത്മീക ജീവിതം നിലനിർത്തുന്നവർ വളരെ കുറവാണ്. ഭവനത്തിനകത്ത് ഒരു ആത്മീക അന്തരീക്ഷം നിലനിർത്തുന്നവർ, ഭവനത്തിനകത്ത് ഒരു ആത്മീക തലം നിലനിർത്തുന്നവർ ഈ ചർച്ചിനകത്ത് വളരെ കുറവാണെന്ന് നിങ്ങളുടെ ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെതായ സകല പോരായ്മകളും അതിൻ്റെതായ സകല പരാജയങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നിന്റെ ഭവനത്തിനകത്ത് ചെയ്യേണ്ടത് നിന്റെ ഉപദേശിയല്ല, നിന്റെ ഭവനത്തിനകത്ത് ചെയ്യേണ്ടത് നീയാ. മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞ്, ശനിയാഴ്ച വരെ നീ 8 മണി വരെ പോത്തുപോലെ കിടന്നുറങ്ങിക്കോ. കുറഞ്ഞത് ഞായറാഴ്ചയെങ്കിലും എഴുന്നേറ്റ് ആ പായ്ക്കകത്തിരുന്ന് പിള്ളേരെയും പിടിച്ചിരുത്തി പ്രാർത്ഥിക്കാൻ മാതാവെ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, അവൻ നിന്നെ പോലെ നിർഭാഗ്യമായൊരു മാതാവ് വേറെയില്ല. പിതാവെ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്നെ പോലെ നിർഭാഗ്യമുള്ളൊരു പിതാവ് വേറെയില്ല. നമ്മൾ പറയും അവൾ എഴുന്നേൽക്കുന്നില്ല, അവൻ എഴുന്നേൽക്കുന്നില്ല. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ, ഇത് പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കരുത്. ദൈവപ്രവൃത്തി ഭവനങ്ങളിൽ നടക്കത്തില്ല. കുറഞ്ഞത് ആരാധന ദിവസമെങ്കിലും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ആമേൻ ഒരുക്കത്തോടെ നീ ആരാധനയ്ക്ക് വന്നാൽ ഇവിടെ വന്നിരുന്ന് കോട്ടുപെടേണ്ട അവസ്ഥ നിനക്ക് വരുത്തില്ല. ദൈവമഹത്വം നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി നിങ്ങളുടെ മേൽ ദൈവം പകരാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഇന്ന് രാവിലെ വീടിയിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് വന്ന കുടുംബങ്ങൾ മാത്രം കരമുയർത്തി, നന്നായിട്ടൊന്ന് കരമുയർത്തി. പിള്ളേർ ഉൾപ്പെടെ പായ്ക്കാത്തിരുന്ന് പ്രാർത്ഥിച്ചവര്. 2 കുടുംബം എന്നിട്ട് പറയാ ദൈവപ്രവൃത്തി നടക്കുന്നില്ലെന്ന്. സഭ പോരാ, പാസ്റ്റർ പോരാ, ശുശ്രൂഷ പോരാ, ദൈവപ്രവൃത്തി നടക്കുന്നില്ല. ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ ഇവിടെ ഇടുന്നപ്പാ നിന്റെ വീട്ടിനകത്തൊന്ന് ഇട്ട് നോക്ക്. ഇവിടെ കൈയടിക്കുന്നതിന്റെ പകുതി നിന്റെ വീട്ടിൽ കൈയടിച്ചാൽ മതി. ഇവിടെ പാടുന്നതിന്റെ പകുതി നിന്റെ വീട്ടിൽ പാടിയാൽ മതി. ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് അസാധാരണമായി വെളിപ്പെട്ടു വരും. ഇല്ലാതെ രക്ഷപ്പെടാൻ നിങ്ങൾ ചിന്തിക്കരുത്. രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ ഭവനത്തിനകത്തൊരു ആരാധന വെളിപ്പെടാതെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഭവനത്തിനകത്തൊരു പ്രാർത്ഥന വെളിപ്പെടുത്താതെ, നിങ്ങളുടെ ഭവനത്തിനകത്തൊരു ആരാധന വെളിപ്പെടുത്താതെ ഗിദെയോനെ, ദൈവം നിന്നെ വിളിച്ച വിളിയുടെ പൂർണ്ണതയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധ്യമല്ല. നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിലൊരു പുരോഹിതനായി നിങ്ങൾ മാറുക. സ്തോത്രം. ഈ ചർച്ചിനകത്ത് ഒരു ആത്മീക അന്തരീക്ഷവും ഒരു ആരാധന നിലവാരവും വെളിപ്പെടുവാൻ, ദൈവമക്കളെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ, ദൈവമക്കളെ ഒരുമിച്ച് പ്രാർത്ഥിപ്പിക്കുവാൻ, ഈ ചർച്ചിന്റെ ഒരു അപ്പൻ എന്ന നിലയിൽ
ഞാൻ എത്രത്തോളം വില കൊടുക്കുന്നോ അതിന്റെ 10 മതി നിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു വില കൊടുക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതിന്റെ 10 പോലും വേണ്ട. 10, 50, 70, 100 പേരുള്ള ജനത്തെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയ്ക്കുള്ളൊരു നിയോഗത്തിന് വേണ്ടി ഒരു ദൈവദാസൻ വില കൊടുക്കുന്നതിന്റെ 10 പോലും വേണ്ട. മാതാവേ, 4 പേരുള്ള എന്റെ വീട്ടിനകത്ത് ഒരു ആത്മീക അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നീ ബന്ധപ്പെടുന്നത്. ഈ ജീവിതവും ഈ അനുഭവം ഇല്ലാത്ത ആരും ഇവിടെ കൈയടിക്കണ്ട. കാര്യം നിങ്ങളുടെ കൈയടി എനിക്ക് വേണ്ട, നിങ്ങളുടെ കൈയടി ദൈവത്തിനാണ് വേണ്ടിയത്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാത്ത നിങ്ങൾ എന്തിനാ കൈയടിക്കുന്നത്? ദൈവജനത്തിനകത്തൂടെ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല, നിങ്ങൾ എന്തിനാ കഴിയും? ദൈവദാസന്മാർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. സ്തോത്രം. കാരണം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളി വ്യത്യസ്ത വിളിയാ. ബിന്നിപ്പാസക്ക് കൈയടിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ഗിദെയോനെ ദൈവം വിളിച്ചത് ഒരു സമൂഹത്തെ നേടാനാ. ഗിദെയോനെ ദൈവം വിളിച്ചത് ഒരു ദേശത്തെ നേടാനാ, ഒരു പട്ടണത്തെ നേടാനാ. പ്രൈസ്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ ഒരു ദർശനമായി ചർച്ചിനകത്ത് ഒഴുകുന്നത്, ആ ഒരു ദർശനത്തിലൂടെ എവിടെയുള്ള ദൈവമക്കൾ കടന്നു പോകുന്നത് മനസ്സിലാകുന്നോ? എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. സ്തോത്രം. നമ്മളെ ഈ സഭയെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് മറ്റു സഭകളെ പോലെ അല്ല, വ്യത്യസ്തമായൊരു ദർശനത്തോടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ആ ബോധം ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അടുത്തൊരു ലെവലിലേക്ക് മാറാൻ പറ്റില്ല പ്രിയരെ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ പ്രസംഗം കേട്ട് പ്രസംഗത്തെ കൊഴിപ്പിക്കാൻ കൈയടിച്ച് പോകണമെന്നില്ല. ഇന്ന് പകൽ നിന്റെ വീട്ടിനകത്തൊരു പുരോഹിതനായി മാതാവെ നീ മാറണം. സഹോദരിമാർ ശ്രദ്ധിച്ചോണം. എന്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് നിങ്ങൾ പറയരുത്. സ്തോത്രം. വെറും നാണക്കേടാണത്. നിന്റെ ഭവനത്തിനകത്ത് ഒരാത്മീക ആരാധന എഴുന്നേൽപ്പിക്കേണ്ടതിന് കുറഞ്ഞത് വീട്ടിനകത്ത് ഒരാളെങ്കിലും അതിനുവേണ്ടി ബന്ധപ്പെട്ടേ പറ്റൂ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഗിദെയോന്റെ ഭവനത്തിനകത്ത് സർവശക്തനായ ദൈവത്തെ കണ്ടത് ഗിദെയോൻ മാത്രമാണ്. ആണോ? ആണോ? അല്ലേ? ആണോ? ദൈവത്തിന്റെ മുഖം കണ്ടത്, ദൈവത്തിന്റെ ശബ്ദം കേട്ടത് ഗിദെയോൻ മാത്രമാണ്. തന്റെ അപ്പനോ അന്യാരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. ഒറ്റയ്ക്കാണ് ഗിദെയോൻ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ചത്. ഗിദെയോൻ ഒറ്റയ്ക്കാണ് തന്റെ വീട്ടിനകത്ത് ഒരാരാധന വെളിപ്പെടുത്തുവാൻ ഇറങ്ങിത്തിരിച്ചത്. എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. കുടുംബങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന പ്രിയരെ, ഇതിനേക്കാളും വലിയ ശുശ്രൂഷ ദൈവത്തിന് നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ ചെയ്യാൻ പറ്റില്ലേ? ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്ന പ്രിയരെ, ഗിദെയോൻ എന്ന വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് ഒരാത്മീക അനുഭവം ഭവനത്തിനകത്ത് വെളിപ്പെടുത്താൻ വില കൊടുത്തതുപോലെ എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? നമ്മളതിനെ നിസ്സാരമായി കാണുക. നമ്മളതിനെ നിസ്സാരമായി കാണുക. ഇന്ന് പകൽ ആ നിസ്സാരമായ ബോധ്യങ്ങളിൽ നിന്ന് ഇതിന്റെ യഥാർത്ഥമായ അനുഭവത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് മടങ്ങി വന്നേ മതിയാകൂ. സ്തോത്രം. ദൈവം ഗിദെയോനോട് പറഞ്ഞു, നിന്റെ 24-ാമത്തെ വാക്യത്തിലെ ആരാധന കൊള്ളാം, പക്ഷേ 24-ാം വാക്യത്തിലെ ആരാധന മാത്രം പറഞ്ഞാട്ടെ. കൈയടിക്കണമെന്നേ പറഞ്ഞുള്ളൂ, പറയാൻ പറഞ്ഞില്ല. 24-ാമത്തെ അധ്യായം. കാര്യം നിങ്ങൾ കൈയടിച്ചോണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്കും ഗുണം ഉണ്ടാകുന്നില്ല. ആദ്യം അനുസരിച്ചിട്ട് കൈയടിക്കുക, അനുസരിച്ചിട്ട് കൈയടിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത് അനുസരണം യാഗത്തെക്കാളും വലുതാണെന്ന്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് ഇവിടെയുള്ള ദൈവമക്കളോട് പറഞ്ഞിട്ട് അതിന് സാധിക്കാതെ ഒരു കുടുംബം മാത്രം കൈവൊക്കിയെങ്കിൽ എന്തോ അനുസരണ നിങ്ങൾക്കുള്ളത്. അനുസരണം ഇല്ലാത്ത നിങ്ങൾ ഇവിടെ 1 മണി വരെ ഉച്ചുകുത്തി ഗ്ലോറി പറഞ്ഞാലും തമ്പുരാൻ ചലിക്കത്തില്ലെന്ന് ഉറപ്പാ പ്രിയരെ. അതുകൊണ്ട് ആദ്യം ഇന്നു മുതൽ പറയുന്ന കാര്യം ഒന്ന് അനുസരിക്കുക. സ്തോത്രം. നിങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവദാസന്മാർ വില കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരുന്ന ആലോചനകൾ നിങ്ങളൊന്ന് അനുസരിക്കുക. അതിന്റെ 100% അനുസരിച്ചില്ലേലും 10% അനുസരിക്കുക. സ്തോത്രം. ഇങ്ങനെ ഈ കാര്യങ്ങൾക്കൊക്കെ ഉള്ളൂ നമുക്ക് എന്താ പറയുന്നേ, നമുക്ക് പോരായ്മയും കുറവ്. മറ്റു പല കാര്യങ്ങൾക്ക് നമ്മൾ മുമ്പില്ല. ഒന്നും ഞാൻ പറയുന്നില്ല, രാമൻ പറഞ്ഞാട്ടെ.
മറ്റു പലതിനും നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത്രയേ ഉള്ളൂ. നമ്മുടെ പിള്ളേരാകെ ക്ഷീണിച്ചിരിക്കുന്നത്, നമ്മുടെ സഹോദരങ്ങളാകെ ക്ഷീണിച്ചിരിക്കുന്നത്. മറ്റു പലതിനും നമ്മൾ ഏറ്റവും മുമ്പിലാണ് നിൽക്കുന്നത്. അപകടമാണെന്ന് ഓർക്കുക. ഇന്ന് പകൽ ശരിക്കും ഒരു ആത്മീക പണി ഇതിനകത്തുള്ള ദൈവമക്കൾ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. എന്നും ശൈശവത്വത്തിൽ ജീവിച്ചു പോകാൻ അനുവദിക്കരുത്. എന്നും ഗ്ലോറി പറഞ്ഞു പോകാൻ അനുവദിക്കരുത്. വ്യത്യസ്തമായ ആത്മീക വിടുതൽ നിങ്ങൾ പ്രാപിച്ചെടുക്കണം. കരങ്ങൾ ഉയർത്തി രാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. 24-ാമത്തെ വാക്യത്തിൽ ഗിദെയോൻ യാഗപീഠം പണിത് ദൈവത്തെ എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിച്ചു. പക്ഷെ ദൈവം പറയുകയാണ്, അത് പോരാ, അത് പോരാ. നീ നിന്റെ ഭവനത്തിലേക്ക് എന്ത് ചെയ്യണം? നിന്റെ ഭവനത്തിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു യാഗപീഠം പണിയണം. എന്തോ പ്രിയരെ, ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവദാസന്മാർ വന്ന് ആവേശത്തിന്റെ ദൂത് പറയുമ്പോ കസേരയെ ഒടിക്കുന്നതും പായ് കീറുന്നതല്ല ആരാധന. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ തലേ കൈവച്ച് ദൈവദാസൻ ആമേൻ വാഗ്ദത്തത്തിന്റെ ദൂത് പറയുമ്പോൾ ആമേൻ പറഞ്ഞ് ആരാധിക്കുന്നതല്ല യഥാർത്ഥ ആരാധന. ആരാധനയുടെ വിടുതൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരേണ്ടത് ഭവനത്തിനകത്താ. ആ മണ്ഡലത്തിൽ ഇന്ന് പകൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വിടുതൽ പ്രാപിച്ചോണം. സഹോദരന്മാർ വിടുതൽ പ്രാപിച്ചോണം. സഹോദരിമാർ വിടുതൽ പ്രാപിച്ചോണം. സ്തോത്രം. അങ്ങനെയൊക്കെ വിടുതൽ കൊടുത്ത പിതാക്കന്മാരും അവരുടെ തലമുറകളുമാ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. മടിയന്മാരും അലസന്മാരുമായി ജീവിച്ചാൽ ആത്മീയ അനുഗ്രഹം പ്രാപിക്കാൻ സാധ്യമല്ല. കർത്താവിന് വേണ്ടി വില കൊടുത്തു നിന്നാൽ മാത്രമേ, ആത്മീക വിഷയത്തിൽ പൊരുതി നിന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ജയം ഏറ്റെടുക്കാൻ സാധിക്കത്തുള്ളൂ. സ്തോത്രം. 24-ാം വാക്യത്തിൽ ആരാധിക്കാത്തവനല്ല ഗിദെയോൻ. ആണോ? അല്ല. 24-ാം വാക്യത്തിൽ അവൻ യാഗപീഠം പണിത് ദൈവത്തെ എന്ത് ചെയ്തു? അത് എവിടുങ്ങാണ്ട, അത് ഏതോ സ്ഥലത്താ. മനസ്സിലാകുന്നുണ്ടോ? തമ്പുരാൻ ചോദിച്ചു, നിന്റെ വീട്ടിലുണ്ടോ മോനെ ആരാധന? ഉണ്ടോ? വീട്ടിലുണ്ടോ ആരാധന? ചർച്ചിനകത്ത് നിങ്ങൾ അന്യഭാഷ പറഞ്ഞോ, കൃപാവരം ജ്വലിപ്പിച്ചോ, വീട്ടിൽ ആരാധനയുണ്ടോ? ഉണ്ടോന്ന് മനസ്സിലായില്ലേ? സ്തോത്രം. എവിടാ ഗിദെയോൻ ആരാധിച്ചത്? 24-ാം വാക്യത്തിൽ എവിടെയോ കരിവേലത്തിന് കീഴിൽ ഗിദെയോൻ ദൈവത്തെ എന്ത് ചെയ്തു? എന്റെ കൂടെ വരണം. ഗിദെയോൻ ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. ദൈവം ചോദിക്കുന്നത്, നീ എവിടെങ്കിലും പോയിരുന്ന് തുള്ളിയാ പോരാ, നിന്റെ വീട്ടിൽ ആരാധന. കേട്ടില്ല കുഞ്ഞുങ്ങളെ? ഇവിടെ ശ്രദ്ധിച്ചു, ഇവിടെ ശ്രദ്ധിച്ചു. നിങ്ങളെ ആരും ഞാൻ വിടത്തില്ല. നിങ്ങളെ ഈ സഭയിൽ ദൈവം കൊണ്ടുവന്നെങ്കിൽ നിങ്ങളിലൂടെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ബിന്നിപ്പാസ് സ്ട്രിക്റ്റ് ആയിരിക്കും. അത് ഇനി ഈ ചർച്ചിൽ 10 പേരായിട്ട് കുറഞ്ഞാലും അതിനൊരു വിട്ടുവീഴ്ചയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി പോകുന്ന ചർച്ചുകളും പാസ്റ്റർമാരും കോംപ്രമൈസ് ചെയ്യത്തുള്ളൂ. എനിക്ക് സ്തോത്രകാഴ്ച വേണ്ട, എനിക്ക് സ്തോത്രകാഴ്ച വിഷയമല്ല, അതുകൊണ്ട് ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇവിടെ നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെട്ടേ പറ്റൂ. അതിന് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. അത് നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. അവൻ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഇവിടെ നിങ്ങൾ ആരാധിക്കുന്നതിൻ്റെ പകുതി മതി നിങ്ങളുടെ വീട്ടിൽ ആരാധിക്കുന്നത്. ഉണ്ടോ ആരാധന വീട്ടിൽ? ഉണ്ടോ സ്റ്റെവി വീട്ടിൽ ആരാധന? ഉണ്ടോ ജാസ്മിനെ? ഉണ്ടോ? ഇവിടെ നിങ്ങൾ ആരാധിക്കുന്നതിന്റെ പകുതി മതി നിങ്ങളുടെ വീട്ടിൽ. ഉണ്ടോ? പറഞ്ഞേ. ഇവിടെ നിങ്ങൾ അന്യഭാഷ പറയുന്നു, എനിക്ക് സന്തോഷം, നിങ്ങൾ അന്യഭാഷ പറഞ്ഞു, അതിന്റെ പകുതി മതി നിങ്ങളുടെ വീട്ടിൽ. ഉണ്ടോന്നാ ഞാൻ ചോദിച്ചേ. ഉണ്ടോ ഇല്ലേ? ഉണ്ടോ സഹോദരിമാരെ? ഉണ്ടോന്ന്? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, എല്ലാവരും എന്നെ നോക്കി. ഉണ്ടോ? നിങ്ങൾ എന്താ ചിന്തിച്ചേ? സ്തോത്രം. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കും. വേദന കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വേദന കൊണ്ട് എനിക്കെങ്ങനെയും കൊട്ടിപ്പാടി നിങ്ങളെ ഉരുട്ടിത്തിരട്ടി നിങ്ങളുടെ മൂഡൗട്ടൊന്നും ആക്കാതെ നിങ്ങളെ സ്തോത്രം പറയിപ്പിച്ച് വിടാൻ എനിക്കറിയാം. പക്ഷെ എൻ്റെ അകത്ത് ദൈവം കയറ്റിവെച്ചിരിക്കുന്ന ഒരു ആത്മഭാരമുണ്ട്. മനസ്സിലാകുന്നവർക്കായി അത് പൈസയെക്കാളും ഭയങ്കര മൂല്യമുള്ളതാ.
മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ മൂല്യത്തിൽ നിന്ന് ഈ സഭ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. ആ മൂല്യത്തിന് അപ്പുറമായിട്ടൊന്നും ലോഗോ ചർച്ച് പോകത്തില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതൊക്കെ നിലയിലേക്ക് എനിക്ക് മാറാൻ താല്പര്യമില്ല. നാളെയും മാറില്ലെന്ന എൻ്റെ പ്രാർത്ഥന. ശ്രദ്ധിച്ചു കേട്ടോണം. ഇന്നു മുതൽ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ വരണം. 24-ാമത്തെ വാക്യത്തിൽ ഗിദെയോൻ ആരാധിച്ചു. എൻ്റെ കൂടെ വരുന്നില്ല. ഗിദെയോൻ എന്ത് ചെയ്തു? പറഞ്ഞാട്ടെ കുഞ്ഞുങ്ങൾ, ഗിദെയോൻ എന്ത് ചെയ്തു? നിങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുന്നു തോന്നുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കർക്കശക്കാരനായി മാറും. അതിന് സംശയമൊന്നുമില്ല. ശ്രദ്ധിച്ചാട്ടെ. ഇനി ദൈവം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ തീരുമാനിക്കാൻ വേണ്ട. അതൊന്നും നടക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. പരിശ്രമിച്ച് വിജയിക്കുന്നെങ്കിൽ നിങ്ങൾ വിജയിച്ചു കൊള്ളുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കാരണം ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളവരെ മാത്രമേ ഇതിനകത്ത് ദൈവം നിർത്തത്തുള്ളൂ. സ്തോത്രം. ഇതിനകത്ത് ദൈവം ഉറപ്പിക്കത്തുള്ളൂ. ഒരു അന്തികാല ഉണർവിന് വേണ്ടി ഈ ദൈവസഭയെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. വീട് കിട്ടാനും കാറ് കിട്ടാനും മുട്ടുവേദന മാറാനും ലോറി കിട്ടാനും ഒക്കെ ഇഷ്ടം പോലെ സഭകളുണ്ട്. ഇഷ്ടം പോലെ സഭയുണ്ട്. അവരൊക്കെ ലോറും കാറും വീടും മേടിച്ച് നിത്യതയിൽ തലകുനിച്ചു നിൽക്കേണ്ടി വരുമ്പോൾ ഈ ചർച്ചിനകത്തുള്ള ഒരു കൂട്ടം ജനം നിത്യതയിൽ അനുഗ്രഹത്തെ വാരിക്കൂട്ടണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഭിന്നിപ്പാസുടെ കാലം അവസാനിച്ചാലും ലോഗോസ് ചർച്ച് അവസാനിക്കാൻ പാടില്ല. ഇവിടെയുള്ള ശുശ്രൂഷകൾ അവസാനിക്കാൻ പാടില്ല. ഇവിടെയുള്ള ദൈവിക പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഹൃദയത്തിലെ ദർശനം. ആമേൻ. ശ്രദ്ധിച്ചു കേൾക്കണം. 24-ാം വാക്യത്തിനകത്ത് ശക്തമായ ഒരു ആരാധന ആര് നടത്തി? പക്ഷെ വീട്ടിലെന്തില്ല. അപ്പോൾ ഇന്നു മുതൽ എന്തോ വേണം വീട്ടിൽ? 10 മിനിറ്റ് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? 10 മിനിറ്റ് വീട്ടിലിരുന്ന് നീ അഭിഷേകം പ്രാപിച്ചല്ലേ? 10 മിനിറ്റ് വീട്ടിലിരുന്ന് അന്യഭാഷ പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അയ്യോട് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അയ്യോട് ഉണ്ടോ? നീ അഭിഷേകം പ്രാപിച്ചോ? ഇല്ല. നിങ്ങൾ വൈകിലോട്ട് അറബിക്കൂടെ ഉണ്ടോ? ഇല്ലേ? അങ്ങോട്ടൊക്കെ പോയെന്ന് തുടങ്ങി 2 മണിയായാലും നമ്മൾ പോകത്തില്ല. ദൂതിന്റെ ആഴം മനസ്സിലാക്കിക്കോണം. സ്തോത്രം. രാത്രി 12 മണി വരെ ഇരുന്ന ഒരു ദൈവശബ്ദത്തിന് വേണ്ടി ദൈവശബ്ദം കിട്ടിയില്ല. രാവിലെ ഇരുന്നൊരു ദൈവശബ്ദത്തിന് വേണ്ടി എത്രയോ സമയങ്ങളിലിട്ട് അവൻ ഒരു 7 മണിയായപ്പോൾ കർത്താവിനോട് ഈ ദൂത് പറഞ്ഞത്. സ്തോത്രം. ഒരു ദൂത് ജനിക്കുന്നതിന്റെ വിഷമം നിങ്ങൾക്കറിയത്തില്ല. ഒരു ദൂത് ജനിക്കാൻ അവ എത്ര പ്രസവവേദന എടുത്താലും ഒരു ദൂത് ജനിക്കുന്നറിയാമോ? എന്തെങ്കിലും പറഞ്ഞ് മുട്ടുവേദനയും തലവേദനയും മാറുന്ന കഥ പറഞ്ഞ് ഗോളി പറയിപ്പിച്ച് പോകാൻ എനിക്കറിയാം. പക്ഷേ ആ വിറ്റാമിനുള്ള സാധനം തരാനാണ് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഗ്ലൂക്കോസ് പൊടി തരാനല്ല, കട്ടിയുള്ള ആഹാരം തരാനാണ് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പകൽ ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇന്ന് പകൽ മുതൽ നിങ്ങളുടെ ഭവനത്തിന്റെ തലം മാറണം. സ്തോത്രം. ഇനി സകല കുഞ്ഞുങ്ങളും എൻ്റെ ചർച്ചിൽ സകല കുഞ്ഞുങ്ങളും എൻ്റെ പ്രത്യേകം നിരീക്ഷണത്തിലായിരിക്കും. യാതൊരു മാറ്റവും ഇല്ല. കാര്യം കർത്താവിനോട് അങ്ങനെ ചില കാര്യങ്ങൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിരീക്ഷണത്തിലായിരിക്കും. എന്നാൽ അതിൻ്റെ അനുഗ്രഹം എന്താണെന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ പറയും. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ പറയും. ഇന്നൊന്നും നിങ്ങൾ പറയത്തില്ല. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ പറയും. സ്തോത്രം. എൻ്റെ കൂടെ വരണം. എൻ്റെ കൂടെ വരണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ദൂത് കയറണം. സ്തോത്രം. വീട്ടിനകത്ത് ആരാധന ഇല്ലാത്ത ഗിദെയോൻ ഉണ്ടോ? വീട്ടിനകത്ത് ആരാധന 10 മിനിറ്റ് അന്വേഷണം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? സഹോദരന്മാരുണ്ടോ? കുഞ്ഞു വെച്ചാൽ തല കത്തിയിരിക്കുക. ഉണ്ടോ ചെവിനെ? ഇന്നു മുതൽ തുടങ്ങിക്കോണം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇന്നു മുതൽ തുടങ്ങിക്കോണം. ഒത്തിരി പേരൊന്നും വേണ്ട. ഒരുമിച്ച് പ്രാപിക്കാൻ താല്പര്യമുള്ള 120 പേര് മതി. ഒരു പെന്തക്കോസ്തിന്റെ യുഗം ആരംഭിക്കും.
ഒരുമിച്ച് പ്രാപിക്കാൻ കാഴ്ചപ്പാടുള്ള എത്ര പേര് മതി? 120 പേരെ ഉള്ളായിരുന്നു മർക്കോസിന്റെ മാളിക മുറിയിൽ. 120 പേർ ഒരു പുതിയ യുഗം ആരംഭിച്ചു. അതിനകത്ത് ബെൻസുകാരുള്ള എത്ര പേരുണ്ട്? ബെൻസുകാരുള്ള എത്ര പേരുണ്ട്? പറഞ്ഞാട്ടെ. ലെക്സസ് ഉള്ള എത്ര പേരുണ്ട്? അടുത്ത അന്നത്തിന് എന്താ വഴിയെന്നറിയാത്തവന്മാർ അതിനകത്തിരിക്കുന്ന മൊത്തം. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? പക്ഷെ കാഴ്ചപ്പാടിലേക്ക് സഭ മാറിയാൽ ബെൻസുകാരുള്ളവൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. അവനെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് അസാധാരണ തലത്തിലേക്ക് ദൈവം എന്നെയും നിന്നെയും മാറ്റും. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് പറയുന്ന ദൂത് മനസ്സിലാവുന്നറിയോ? ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഇതൊരു മുറിവായി ഇന്ന് പകൽ മാറണം. എവിടെങ്കിലും പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോരാ. ഗിദെയോനെ 24-ാം വാക്യത്തിൽ ആരാധിച്ചു വർഷിപ്പൊക്കെ നടത്തി, അടിയനിതാന്നൊക്കെ പാടി, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി, പാട്ടുപാടി തുള്ളി മറിഞ്ഞ ഗിദെയോനോട് ദൈവം പറയാ, പോടാ വീട്ടിലേക്ക് പോമേ. നിന്റെ വീട്ടിൽ ആരാധനയില്ല, നിന്റെ വീട്ടിൽ യാഗപീഠമില്ല, നിന്റെ വീട്ടിനകത്ത് തല ഉയർത്തി നിൽക്കുന്നത് ബാലിന്റെയും അസേരയുടെയും ശക്തിയാ. സ്തോത്രം, സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് തല ഉയർത്തി നിൽക്കുന്നത് ബാലിന്റെയും. നമ്മൾ പറഞ്ഞ അച്ഛൻ വന്നിട്ടില്ല, കൊച്ചമ്മ വന്നിട്ടില്ല, ചേച്ചി വന്നിട്ടില്ല, മോൻ വന്നിട്ടില്ല, മോള് വന്നില്ല, നീ വന്നോ? നീ മതി, നീ ഒറ്റയ്ക്ക് മതി. ഗിദെയോനെ നിന്റെ വീട്ടിലേക്ക് ചെല്ല്. സ്തോത്രം, സ്തോത്രം. എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ ഈ യൂത്ത് മീറ്റിങ്ങിന് എന്നെ വിളിക്കുന്നിടത്ത് ഞാൻ പറയാറുണ്ട്, യൂത്ത് മീറ്റിങ്ങിന് പിള്ളേര് മാത്രം പോരാ, പിള്ളേരുടെ പേരൻസും വേണം. പിള്ളേര് മാത്രം പോരാ, പിള്ളേരുടെ കരുന്ന്. യൂത്ത് മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ മാനസാന്തരം വേണ്ടിയത് പിള്ളേർക്കല്ല, പിള്ളേരുടെ പേരൻസിനാ. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ പലതും ഉളപ്പുന്നോണ്ടാ നിങ്ങളുടെ തലമുറയെ ഉളപ്പുന്നേ. നിങ്ങളൊന്ന് കടിഞ്ഞാണിട്ട് നോക്ക്, നിങ്ങളൊന്ന് സീരിയസ് ആയി നോക്ക്, ഭവനത്തിനകത്ത് മാറ്റങ്ങൾ വരും. സ്തോത്രം. അനുവിന്റെ മമ്മി പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വന്നിട്ട് 1 മണിക്കൂർ ആ വീട്ടിനകത്ത്, ഹിമാചലിൽ അവർ താമസിക്കുമ്പോൾ ഒത്തിരി മുറിയൊന്നുമില്ല, ചെറിയൊരു താമസ സൗകര്യ, അതിനകത്ത് 1 മുറിക്കകത്ത് ഓരോ മണിക്കൂർ എന്ത് ചെയ്യണം? പിള്ളേർ കയറിയിരുന്ന് എന്ത് ചെയ്യണം? എവരി ഡേ ഓരോ മണിക്കൂർ കയറി പ്രാർത്ഥിച്ചിരിക്കണം. നിർബന്ധമാണ്, അതിന് യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് അനുവിനെ എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് പ്രാർത്ഥന പഠിപ്പിക്കേണ്ട ഒരു ഗതി വന്നില്ല. വല്ലതും പറഞ്ഞ മനസ്സിലായോ? ഉപവാസം പഠിപ്പിക്കേണ്ട ഒരു ഗതി വന്നില്ല. നിങ്ങളൊന്നും ജനിച്ച പശ്ചാത്തലത്തിൽ, അവള് ജനിച്ചു വന്ന പശ്ചാത്തലങ്ങൾ, വ്യത്യസ്ത സംസ്കാരം, വ്യത്യസ്ത ഭാഷ, ഇതിൻ്റെയൊക്കെ നടുവിൽ ഇവിടെ കടന്നു വന്ന് ഇതെല്ലാം ഉൾക്കൊള്ളണമെങ്കിൽ, ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ, ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ ദൈവകൃപയില്ലാതെ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ ഗ്രഹിച്ചോ? സ്തോത്രം. ദൈവകൃപയില്ലാതെ പറ്റത്തില്ല. മലയാളം അറിയാൻ വയ്യാത്തൊരു സഹോദരി കേരളത്തിൽ വന്ന് മലയാളികളുടെ പാർത്ത്, മലയാളികളുടെ ഫുഡ് ഉണ്ടാക്കി, മലയാളികളുടെ ജീവിച്ച്, മലയാളിയുടെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ കാരണം, അതിനുള്ള കൃപ ദൈവം കൊടുക്കാൻ കാരണം, പണ്ട് മുട്ടേ ഇരുന്നപ്പോൾ ദൈവം കൊടുത്തതാ. ഇവിടെ ഇരുന്ന് കിട്ടിയതല്ല, പണ്ട് മുട്ടയിലിരുന്നപ്പോൾ ദൈവം കൊടുത്തതാ. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ സ്തോത്രം പറയുന്നത് ആ മാതാവിനാ. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. മാതാവിനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്തോത്രം പറയുന്നത്. അന്നൊരു കർത്തവ്യം ചെയ്തത് കൊണ്ട് കൃപയാൽ എനിക്ക് വലിയ ഭാരമില്ലായിരുന്നു. ആമേൻ. സഹോദരിമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിവാഹിതരായി ചെന്ന് കയറുന്നിടത്ത്, ദൂത് ശ്രദ്ധിച്ചു കേട്ടോണം, ചെന്ന് കയറുന്നിടത്ത് അവർ ഫോൺ ചെയ്ത് പറയരുത്, നിന്റെ കുഞ്ഞിവിടെ വന്നത് ഞങ്ങൾക്ക് തലവേദനയായെന്ന്. ഇന്ന് പലതും കെട്ടിക്കേറുന്ന ഭവനങ്ങൾ വീട്ടുകാർക്ക് തലവേദനയാ. അവിടുത്തെ അമ്മായിമ വിളിച്ച് നിങ്ങളോട് പറയണം, എന്തായാലും ആ മോളെ എൻ്റെ വീട്ടിൽ കിട്ടിയത്. പറഞ്ഞോ? സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം.
അങ്ങനെ ഒരു തലത്തിലേക്ക് വന്നാലുണ്ടല്ലോ, വീട്ടിനകത്ത് അമ്മായിമ്മ മനസ്സിലാകത്തില്ല. കല്യാണമൊക്കെ കഴിഞ്ഞങ്ങോട്ട് പോ. സ്തോത്രം. നൂറല്ല മക്കളെ, ആയിരക്കണക്കിന് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. ആയിരക്കണക്കിന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവ്, ഇപ്പം നിങ്ങൾ അപ്പനുണ്ട്, അമ്മയുണ്ട്, പാസുണ്ട്, കൊട്ടിപ്പാടി പോവും. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഇപ്പം നിങ്ങൾക്കറിയത്തില്ല. പക്ഷെ ഇന്നും നിങ്ങൾ മുട്ടേലിരുന്ന് പ്രാപിക്കുന്നതും ഇന്നും നിങ്ങൾ എടുക്കുന്ന തീരുമാനവുമാ നാളെ നിങ്ങളുടെ നിലനിൽപ്പെന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ആത്മാർത്ഥമായി ഓർപ്പിക്കാം. നല്ലൊരു ആമേൻ പറയാമോ? മാതാക്കളെ, സഹോദരിമാരെ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കോ ഒരു നല്ല ആത്മീയ അടിസ്ഥാനം കിട്ടിയില്ല, കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒന്ന് കൊടുക്കണേ പ്ലീസ്. ഒരു ദൈവദാസന്റെ ഒരു റിക്വസ്റ്റാണിത്. നിങ്ങൾക്കോ ഒരു ആത്മീയ അടിസ്ഥാനം ശരിക്കും കിട്ടിയില്ല, അതിൻ്റെ ഇത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക പലരും. മനസ്സിലാകുന്നുണ്ടോ? അത് നിന്റെ തലമുറയ്ക്കുണ്ടാകാതിരിക്കേണ്ടതിന് തലമുറയിലേക്കൊരു അടിസ്ഥാനങ്ങൾ വില കൊടുത്തെങ്കിലും കൈമാറാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ തലമുറ നിനക്കൊരു അഭിമാനമാകേണ്ടതിന്, ഒരനുഗ്രഹമാകേണ്ടതിന്. എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിടുന്ന മാതാപിതാക്കൾ കരമുയർത്തിയാട്ടെ. പിള്ളേർ നിന്നാലല്ലോ ഒന്നില്ലേ. അപ്പന്മാർക്ക് എന്താ പണി? രാവിലെ ഇങ്ങ് പോവല്ലേ. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ തമാശയാന്നല്ലേ? അല്ല, തമാശയല്ല. നിങ്ങൾ ജോലിക്ക് രാവിലെ പോകുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ച് അവരൊരുക്കൊണ്ടിരിക്കുകയായിരിക്കാവേ. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ എവിടെ ഇരുന്നാലും അവിടെ പറന്നു വരും. കാര്യം പണ്ട് മുതലേ ഞാനത് പഠിപ്പിച്ചതാ. സ്തോത്രം. ആമേൻ. അവർ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. ഇനി ഞാനിവിടെ വീട്ടിലില്ലെങ്കിലേ അനുവിൽ നിന്ന് അവർ പ്രാർത്ഥിച്ചിട്ട് പോകത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ ആത്മാവ് അപ്പന്മാരെ, നിങ്ങളുടെ തലമുറയുടെ ശിരസിൽ കൈവച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കണം. അതൊരു ഭയങ്കര അനുഗ്രഹമായിരിക്കും. പ്രൈസ് ഗാഡ്. ദൈവദാസന്മാരെ കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ദൈവദാസന്മാർ, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാ. ആരാധന കഴിഞ്ഞിട്ട് ഓണാവട്ടത്തെത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയോ, ആത്മാവിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് ദൈവദാസന്മാർ നിൽക്കുന്ന ആത്മമണ്ഡലം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കൈ വെക്കുന്നത് വിടുതലാ. സ്തോത്രം. ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്തിട്ട് ദൈവദാസന്മാർ ആ ആത്മമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അവർ ക്ഷീണിതരായിരിക്കാം. വെറുതെ ഒത്തിരി വാക്കൊന്നും പറയണ്ട, വെറുതെ നിന്റെ തലയിലോട്ടൊന്ന് കൈവച്ചാൽ മതി. അത് നീ അറിയാത്ത വിടുതലാ നിന്റെ മേൽ ദൈവം അയക്കുന്നത്. നമുക്കിതൊക്കെ തമാശയാണ്, നമുക്ക് സീരിയസ് അല്ല. ആരാധന കഴിയുക, വീട്ടിൽ പറ്റുക, ഇതാ നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുപോവാ. അടിസ്ഥാനപരമായ ആത്മീക മാറ്റങ്ങൾ നിങ്ങളിൽ ഇന്നു മുതൽ ഉണ്ടാകണം. കുഞ്ഞുങ്ങളോട് പറയാൻ ആത്മാവനോട് വ്യക്തമായി പറയുന്നു, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ വരട്ടെ, അടിമുടി വ്യത്യാസങ്ങൾ വരണം. ഭവനാന്തരീക്ഷത്തിനകത്ത് അവ യാഗപീഠം പണിയുന്ന ഗിദെയോന്മാരായി നിങ്ങൾ മാറണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ വ്യക്തിപരമായ ആരാധനയുള്ള ഗിദെയോന്, ചർച്ചിൽ വന്ന ആരാധനയുള്ള ഗിദെയോന് വീട്ടിലെന്തില്ല? അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ വീട്ടിൽ ചെല്ലണം, എന്നിട്ടൊരു യാഗപീഠം. ഇനി വീട്ടിൽ ചെന്ന് യാഗപീഠം പണിയാന്ന് വെച്ച് അവിടെ ചെന്നപ്പോഴോ യാഗപീഠം പണിയാൻ പറ്റിയ ഭാഗത്തിലല്ല വീട് കിടക്കുന്നത്. അവിടെ ഇപ്പോൾ യാഗപീഠം പണിയേണ്ട സ്ഥലത്ത് എന്ത് നിൽക്കുക? ബാലിന്റെ പീഠം, അസേരയുടെ പ്രതിഷ്ഠ. ബാൽ, അശേര, പഴയ നിയമത്തിൽ ജാതീയ ശക്തികൾ ആരാധിച്ചിരുന്ന ആരാധന മൂർത്തികളാണ്. പുരുഷ ദേവനായ ബാൽ, ആ ദേവന്റെ കാമുകിയായ അശേര. സ്തോത്രം. ബാലിന്റെയും അശേരയുടെയും പ്രതിഷ്ഠകളെയും ബലിപീഠത്തെ എന്ത് ചെയ്യണം? ഭവനത്തിനകത്ത് നിന്ന് ഇടിച്ചു കളയണം. അപ്പന്റെ, ആ വാക്ക് നിങ്ങൾ കണ്ടോ? അപ്പന്റെ എങ്ങനെ വാക്യം? എന്തോ? അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിക്കണം, അസേരയുടെ പ്രതിഷ്ഠകളെ. അപ്പൊ ഒന്ന്, ഭവനത്തിനകത്തൊരു യാഗപീഠം ശരിക്കും ഉണ്ടാകണമെങ്കിൽ, ആരാധന വെളിപ്പെട്ടു വരണമെങ്കിൽ അപ്പന്റെ ബലിപീഠം തകരണം. എന്ന് വെച്ചാൽ പാരമ്പര്യം ഉടയണമെന്നാണ് അതിൻ്റെ അർത്ഥം. പാരമ്പര്യം, ഭവനത്തിനകത്ത് നിൽക്കുന്ന പാരമ്പര്യമായ പലതും ഭവനാന്തരീക്ഷത്തിന് എന്ത് ചെയ്യണം? തകരണം.
ഇന്ന് പകൽ ദൂത് പറയാം, ശ്രദ്ധിച്ചോ. ദൈവത്തെ ആരാധിക്കുക ദൈവമക്കളെ. വീട്ടിലെ പാരമ്പര്യം അനുസരിച്ച് നീ പാരമ്പര്യത്തോട് ചേരരുത്. പിന്നെയോ ആ പാരമ്പര്യത്തെ നിന്നിലൂടെ പൊട്ടണം. എത്ര പേർക്ക് മനസ്സിലായി? വീട്ടിലൊരു പാരമ്പര്യമുണ്ട്. ഇപ്പൊ ആ വീട്ടിലെ പാരമ്പര്യത്തോട് നീ ചേരരുത്. ആ വീട്ടിലെ പാരമ്പര്യത്തെ എതിർത്ത് നീ തകർക്കണം. സ്തോത്രം. ഭവനങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന പാരമ്പര്യങ്ങൾ, പിതാക്കന്മാരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഉടഞ്ഞു മാറാനാ ഗിദെയോനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എഴുന്നേൽപ്പിക്കുന്നത്. സ്തോത്രം. പാരമ്പര്യം, അപ്പന്റെ ബലിപീഠമായ, അപ്പന്റെ അസേര പ്രതിഷ്ഠകളായ, നാളുകളായി അപ്പൻ ചെയ്തു വരുന്ന ആ ആരാധന ക്രമീകരണങ്ങളെ, ആ പാരമ്പര്യ ആരാധന നിലവാരങ്ങളെ എല്ലാം തകർക്കുവാൻ ദൈവം ആദ്യം ഗിദെയോനെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, ഭവനാന്തരീക്ഷത്തിനകത്ത് അങ്ങനൊരു യാഗപീഠം ഉയരണമെങ്കിൽ അതിന് മുൻപിട്ട് ഇങ്ങനൊരു ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം. പ്രൈസ് ഗാഡ്. ഇങ്ങനൊരു മിനിസ്ട്രി നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടണം. പ്രൈസ് ഗാഡ്. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ഒന്ന് പാരമ്പര്യത്തെ തകർക്കുന്ന ഒരു ആത്മീക ശുശ്രൂഷ ഗിദെയോനിലൂടെ ദൈവം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. സ്തോത്രം. പിന്നെ ബാൽ, അശേര എന്ന് പറയുന്നത് ലോകത്തെ കാണിക്കുന്ന രണ്ട് ശക്തികളാണ്. എനിക്കതിലേക്ക് പോകാൻ സമയമില്ല. ലോകത്തെ കാണിക്കുന്ന രണ്ട് ശക്തികൾ. ബാലിനെ ആരാധിച്ച രണ്ടുപേർ വേദപുസ്തകത്തിനകത്തുണ്ട്. അശേരയെ ആരാധിച്ച രണ്ടുപേരും ഒരു രാജ്യത്തിന്റെ പ്രധാന സ്ഥാനത്തിരുന്നവരാണ്. ഒന്നാമത്തത് ആഹാബ് രാജാവ്, രണ്ടാമത്തത് ഇസബേൽ എന്ന് പറയുന്ന രാജ്ഞി. ഈ രണ്ടുപേരുടെയും ജീവിതം പഠിച്ചാൽ ഇവർ രണ്ടുപേരെയും, ബാലും ആ അശേരകളും, ലോകത്തിന്റെ ആധിപത്യത്തിലേക്ക് ഇവരെ കൊണ്ട് കെട്ടിയിട്ടെന്ന് തിരുവെഴുത്തിനകത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. അപ്പൊ ബാല്, അശേര എന്ന് പറയുന്നത് ലോകത്തെ കാണിക്കുന്നു, ലോകത്തിന്റെ മോഹവുമായി ബന്ധപ്പെട്ടതിനെ കാണിക്കുന്നു, ലോകത്തിന്റെ ഇഷ്ടവുമായി ബന്ധപ്പെട്ടതിനെ കാണിക്കുന്നു. ഇതിനെ ഭവനാന്തരീക്ഷത്തിനകത്ത് നമ്മൾ തകർക്കണം. ഭവനത്തിനകത്ത് ഇതിനെ നമ്മൾ ഉടയ്ക്കണം. ഭവനത്തിനകത്ത് ഇതിനെ നമ്മൾ വെട്ടണം. സ്തോത്രം. ഇതൊക്കെ അങ്ങോട്ട് പൊട്ടി, പാരമ്പര്യവും ഈ ലോകവും ഒക്കെ അങ്ങോട്ട് മാറിയാലുണ്ടല്ലോ ശരിക്കുമുള്ള ആരാധന വെളിപ്പെടും. സ്തോത്രം. നമ്മുടെ ഭവനത്തിനകത്ത് ഇങ്ങനെ ചിലത് തകർക്കപ്പെട്ടാൽ, ഇങ്ങനെ ചിലത് ഉടയപ്പെട്ടാൽ ശരിക്കുമുള്ള ഒരു ആരാധന ഭവനത്തിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ബാലിന്റെ ബലിപീഠങ്ങളെയും അസേരയുടെ പ്രതിഷ്ഠകളെ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? വായിച്ചേ. എന്നിട്ടാണ് എന്ത് പകരേണ്ടത്? എന്ത് പണിയേണ്ടത്? എന്നിട്ടാണ് യാഗപീഠം പണിയേണ്ടത്. ഭവനത്തിനകത്ത് ആരാധന വെളിപ്പെടണമെങ്കിൽ വെറുതെ വെളിപ്പെടത്തില്ല. ആ ആരാധനയ്ക്ക് തടസ്സമായി ഭവനാന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില മേഖലകളുണ്ട്. അതിനെ നാം തകർക്കണം. അതിനെ തകർത്ത് യാഗപീഠം പണിത് ആരാധിക്കണം. അപ്പോൾ ദൈവമുഖത്തും ഇറങ്ങും. അങ്ങനെ ഗിദെയോൻ ആരാധിച്ചു. അടുത്ത വാക്യം വായിച്ചാട്ടെ. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വായില്ല. യഹോവയ്ക്ക് ഇത് 28-ാം വാക്യം വായിച്ചേ. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ 30-ാമത്തെ വാക്യം വീണ്ടും വായിച്ചാട്ടെ. പട്ടണക്കാർ യോവാശിനോട് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇവൻ മരിക്കണമെന്ന് പട്ടണക്കാർ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, എൻ്റെ കൂടെ നിങ്ങൾ പറയണം കേട്ടോ. ഒന്നാമത്തെ ആരാധനയിൽ നടക്കാത്തത് രണ്ടാമത്തെ ആരാധനയിൽ നടന്നു. മനസ്സിലായില്ലല്ലേ?
ഒന്നാമത്തെ ആരാധനയിൽ നടക്കാത്ത ദൈവപ്രവൃത്തി രണ്ടാമത്തെ ആരാധനയിൽ നടന്നു. സ്തോത്രം. ഒന്നാമത്തെ ആരാധന കേവലം കയ്യടിയും കേവലം സ്തുതിയും കേവലം സ്തോത്രവുമായപ്പോൾ രണ്ടാമത്തെ ആരാധനയിൽ തകർന്നത് പാരമ്പര്യമാണ്. രണ്ടാമത്തെ ആരാധനയിൽ തകർന്നത് ബാലിന്റെ ശക്തികളാണ്, അശേരയുടെ ശക്തികളാണ്, ലോകത്തിന്റെ ശക്തികളാണ് രണ്ടാമത്തെ ആരാധനയിൽ തകർന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അപ്പോൾ ഒന്നാമത്തെ ആരാധനയിൽ നടക്കാത്തത് രണ്ടാമത്തെ ആരാധനയിൽ നടന്നപ്പോൾ, അതുകൊണ്ടാണ് പിശാച് ഈ രണ്ടാമത്തെ ആരാധനയിലേക്ക് നമ്മളെ എന്ത് ചെയ്യാൻ കൊണ്ടുപോകാനായിട്ട് അവൻ അവസരം തരാത്തത് എന്തുകൊണ്ടാണ്? വീട്ടിൽ ചെന്നാൽ പ്രാർത്ഥിക്കാൻ അവസരം തരാത്തത് എന്തുകൊണ്ടാണ്? ജീവിതത്തെ ശരിക്കും ക്രമീകരിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ അനുവദിച്ചു തരാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ അറിയാം, നീ സ്തോത്രം പറഞ്ഞാൽ നടക്കാത്തത് രണ്ടാമത്തെ ആരാധനയ്ക്കകത്ത് നടക്കും. സ്തോത്രം. രണ്ടാമത്തെ ആരാധന അവൻ ശരിക്കും പട്ടണത്തിൻ്റെ ശക്തികളെ ബാധിച്ചു, ബാലിൻ്റെ ശക്തികളെ ബാധിച്ചു, അസൈരുടെ ശക്തികളെ ബാധിച്ചു. സ്തോത്രം. അതുകൊണ്ട് അവർ എഴുന്നേറ്റ് വന്ന് പറയുകയാണ്, ഇവൻ എന്ത് ചെയ്യണം? ഇവൻ എന്ത് ചെയ്യണം? പറ. ഒന്നാമത്തെ ആരാധന കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവൻ മരിക്കണമെന്ന്? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാമത്തെ ആരാധന കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ല മരിക്കണമെന്ന്. പക്ഷേ രണ്ടാമത്തെ ആരാധന കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവൻ മരിക്കണം. കാരണം രണ്ടാമത്തെ ആരാധനയിലാണ് ശത്രുമണ്ഡലങ്ങൾ തകരാൻ തുടങ്ങിയത്. പ്രൈസ് ഗാഡ്. ലോകത്തിൻ്റെ ശക്തികളും പാപത്തിൻ്റെ ശക്തികളും ബാലിൻ്റെ ശക്തികളും പാരമ്പര്യത്തിൻ്റെ ശക്തികളും എവിടെ ഉടയാൻ തുടങ്ങുന്നുണ്ടോ അവരുടെ ആരാധനയ്ക്കെതിരെ ശത്രു ശബ്ദം ഉയർത്തും. അവരുടെ ആരാധനയ്ക്കെതിരെ ശത്രു എഴുന്നേൽക്കും. അവരുടെ പ്രാർത്ഥനയ്ക്കെതിരെ ശത്രു എഴുന്നേൽക്കും. ആമേൻ പറ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൂത് പറയാം. പെട്ടെന്ന് എന്നെ ശ്രദ്ധിച്ചോണം, ദൂത് ശ്രദ്ധിച്ചോണം നിങ്ങൾ. സ്തോത്രം. ഗിദെയോൻ മരിക്കണമെന്ന് പട്ടണക്കാർ പറഞ്ഞത്, ലീല സിസ്റ്ററെ, ഗിദെയോൻ മരിക്കണമെന്ന് പട്ടണക്കാർ പറഞ്ഞത് അതിന് കാരണം ഗിദെയോൻ അല്ല, അതിന് കാരണം ഗിദെയോന്റെ ആരാധനയാണ്. എന്ന് വെച്ചാൽ ഇവൻ ആരാധിച്ചാൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇവന്റെ ആരാധന എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഓ, മനസ്സിലാകുന്നില്ല. നീ വീട്ടിനകത്തൊന്ന് മുട്ടുകുത്താൻ മനസ്സ് വെച്ചാൽ എന്തൊക്കെയോ നടക്കുമെന്ന് ബെറ്റി ദൈവത്തിന്റെ ആത്മാവിന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. നീ കുടുംബത്തിനകത്ത് അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ എന്തൊക്കെയോ നടക്കുമെന്ന് ദൈവത്തിനറിയാം. എനിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതമാണ്. സ്തോത്രം. കാരണം അത്ഭുതം എന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുള്ളത് 21, 14, 7 അന്നത്തെ ഒറ്റമുറിയുള്ള വീട്ടിൽ നടത്തി വിടുതൽ പ്രാപിച്ച വീടുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. സ്തോത്രം. കുടുംബ പ്രാർത്ഥന പോലും വീട്ടിലില്ലാതെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങളൊന്ന് പഠിപ്പിക്കണം. എനിക്കൊരു ക്ലാസ് നിങ്ങൾ എടുത്തു തരണം. എൻ്റെ പിതാവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് 21, 7, 14 പ്രാസ വീട്ടിലെ കാര്യമല്ല, വിശ്വാസികളുടെ വീട്ടിൽ നടത്തുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞത്. വിശ്വാസികളുടെ വീട്ടിൽ ഒരു മുറിയൊക്കെ കാണത്തുള്ളൂ. ആ മുറിക്കകത്തിരുന്ന് എല്ലാവരും പ്രാർത്ഥിക്കും, ആരാധിക്കുകയും കിട്ടുന്ന പട്ടിണി പരിവട്ടമായി പോകുന്ന കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാരെ മാനിച്ചു വന്നവർക്കെല്ലാം ഫുഡ് കൊടുത്തു. ഹല്ലേലൂയ. ശുശ്രൂഷിക്കുന്ന രീതിയാണ് ഞാൻ കണ്ടത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അന്ന് എൻ്റെ പിതാവ് ഇതൊക്കെ നിർബന്ധിപ്പിച്ച് അവരെ ചെയ്യിപ്പിച്ചപ്പോൾ ചിലർക്കൊക്കെ ഒന്ന് പ്രയാസമായിരുന്നു, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെ ദൈവം മാറ്റിയതായി ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഉപവാസം 1 ദിവസമില്ല, 2 ദിവസമില്ല, 3 ദിവസം മീറ്റിംഗിൽ ഉപവാസ പ്രാർത്ഥന നടത്തിയവർ ഈ ചർച്ചിനകത്ത് ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്, വളരെ സംശയമുണ്ട്. അങ്ങനെ ഒന്നുമില്ലാത്ത വീടുകൾ, കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാതെ എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുമെന്ന എൻ്റെ ചോദ്യം. വീട്ടിനകത്ത് രാവിലെ പ്രാർത്ഥന ഇല്ലാതെ ഒരുമിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാതെ നിങ്ങൾ എങ്ങനെ വിടുവിക്കപ്പെടും എന്നതിലാ എൻ്റെ അത്ഭുതം. നിങ്ങൾക്ക് പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുമോ? നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത് 10:30 ഇങ്ങോട്ട് വന്ന് 2 കയ്യടി, 3 ഗ്ലോറി, 4 ഹല്ലേലി, എന്നിട്ട് 10 രൂപ സ്വത്രാച്ചിട്ട് കഞ്ഞി കുടിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായെന്നാ? എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ഇന്ന് പകൽ ഇതിനൊരു വലിയ മാറ്റം വരട്ടെ. നിങ്ങളുടെ ആത്മീക കാഴ്ചപ്പാടിന് വലിയ വ്യത്യാസം ഇന്ന് പകൽ വരണം. സ്തോത്രം. ഗിദെയോൻ മരിക്കണം എന്ന് പറയാൻ കാരണം, സിസ്റ്ററെ, ഗിദെയോൻ മരിക്കണമെന്ന് പറയാൻ കാരണം
ഗിദെയോനാണോ? ഗിദെയോനായിരുന്നെങ്കിൽ ആദ്യത്തെ 24-ാമത്തെ വാക്യത്തിൽ ആരാധന കഴിഞ്ഞപ്പോൾ ഇവൻ മരിക്കണമെന്ന് എന്ത് ചെയ്തേനെ? അപ്പൊ പറയാത്ത ശത്രുക്കൾ ഇപ്പൊ പറയും ഇവനെ തട്ടണം, ഇവനെ വെച്ചേക്കാൻ ഇനി പറ്റത്തില്ല. കാര്യം ഇവന് വെളിപ്പാട് കിട്ടി, ഇവന് വെളിപ്പാട് കിട്ടി. ഓ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇനി ഇവനെ വെച്ചേക്കാൻ പറ്റത്തില്ല, ഇവന് വെളിപ്പാട് കിട്ടി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വെളിപ്പാട് കിട്ടിയ ദൈവമക്കളെ, ഇന്ന് പകൽ അതിനനുസരിച്ച് നീ ഒന്ന് പൊരുതി നോക്ക്, അതിനനുസരിച്ച് നീ ഒന്ന് പോരാടി നോക്ക്, അതിനനുസരിച്ച് നീ യുദ്ധം ചെയ്തു നോക്ക്. വെളിപ്പാട് കിട്ടിയോ? വെളിപ്പാട് കിട്ടിയോ? വെളിപ്പാട് കിട്ടിയോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വെളിപ്പാട് കിട്ടിയോ? നമുക്കുള്ള പ്രശ്നം എന്താ അറിയോ? നമ്മുടെ വെളിപ്പാടല്ല, ആ ഡോറ് വിട്ടു പോകുമ്പോൾ നമ്മളങ്ങ് മറക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഓർക്കത്തില്ല. സ്തോത്രം. ഒരാമയും പറഞ്ഞാട്ടെ. വിളിച്ചക്കാലം ഒരാമയും പറഞ്ഞാട്ടെ. നല്ലൊരു ആമയും പറഞ്ഞാട്ടെ. ആ, സ്തോത്രം. ഗിദെയോൻ എന്ത് ചെയ്യണം? ഗിദെയോൻ എന്ത് ചെയ്യണം? ഗിദെയോൻ എന്ത് ചെയ്യണം? കാരണം എന്താ അറിയോ? ഇവൻ മരിച്ചാൽ ഇവന്റെ ആരാധന മരിക്കുമല്ലോ. ഇവൻ മരിച്ചാൽ ഇവന്റെ ആരാധന മരിക്കുമല്ലോ. ഇന്ന് പകൽ ദൂത് കേട്ടോണേ, ലോഗോസിലെ ആരാധന ഭയക്കുന്നൊരു ദേശാധിപതി ഉണ്ട്. ഭയക്കാത്തൊരു മണ്ഡലം, ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ആരാധനയിൽ ഭയപ്പെടുന്നൊരു മണ്ഡലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം രജു. എന്തായാലും കാണുന്നവർ മൊത്തം നമ്മുടെ വിശ്വാസികളുടെ പേര് പഠിക്കും. ഇത് സ്തോത്രം. നല്ല രാമ്യം പറഞ്ഞു. വിടത്തില്ല, നിങ്ങളെ ആരെയും ഞാൻ വിടത്തില്ല. ഇവിടെ നെഞ്ചു പൊട്ടി, ഹൃദയം പൊട്ടി, ഇവിടെ വേർപ്പ് രക്തമാക്കി പ്രാണവേദനയോടെ ഇവിടെ പെടയുന്നത് നിങ്ങളൊക്കെ ഒരു കരയിലൊന്ന് എത്താൻ വേണ്ടിയാ. മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊരു കരയിൽ എത്താൻ വേണ്ടി ഒന്നുമല്ല ഞാൻ ഈ കിടന്ന് വെപ്രാളപ്പെടുന്നത്. ആവശ്യത്തിനുള്ള കരയൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അത് ഈ ഓടനാവട്ടത്തേക്ക് കൊണ്ടുവന്നത്. അല്ലേ പിന്നെ എല്ലാവരും പറഞ്ഞേനെ പാസ്റ്റർക്ക് വീട് വെക്കാനും കാറ് മേടിക്കാനുമാണെന്ന്. അതുകൊണ്ട് അരവിന്ദാശ ബ്രദറെ അതെല്ലാം തന്നിട്ടാ ദൈവം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. മനസ്സിലാകുന്നവർക്ക് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളെ ഒരു കരയിലൊന്ന് എത്തിക്കാൻ വേണ്ടി ഈ വെപ്രാളപ്പെടുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് കുനിഞ്ഞിരുന്ന് ഉറങ്ങുന്ന ഒരാമയം പറഞ്ഞാട്ടെ. വിടുവോ ഞാൻ നിങ്ങളെ? ഒരാമയം പറ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുക. ഹല്ലേലൂയ. നിൽക്കുന്നെങ്കിൽ നന്നായിട്ട് നിന്നോണം, ശക്തമായിട്ട് നിന്നോണം, തൻ്റെ ഇടത്തോട് നിന്നോണം. ആ പൂപ്പ പരിപാടിയെല്ലാം ദൂരെ കളഞ്ഞു നോക്കണം കേട്ടോ. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ശക്തമായിട്ടങ്ങ് നിന്നോണം. ഹല്ലേലൂയ. എന്തായാലും ഇറങ്ങിയെന്ന് പേരായി. എന്തായാലും പെന്തക്കോസ് എന്ന് പേരായി. ഇനി ഇതിനകത്തുള്ളത് മൊത്തവും പ്രാപിച്ചിട്ടേ ചാകാവൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തലമൊക്കെ ഒന്ന് മാറിയിട്ട് ശക്തമായ ആത്മാ തലങ്ങളിലേക്ക് ഇന്ന് പകൽ കയറി വരാൻ ദൈവാത്മാ ഇടപെടുകയാണ്. ഇവൻ മരിക്കണം. ഇവൻ എന്ത് ചെയ്യണം? മരിക്കണമെന്ന് വെച്ചാൽ പട്ടണക്കാർ മൊത്തം അങ്ങ് വന്നു. ഇവരെ വീട് അങ്ങോട്ട് എന്ത് ചെയ്തു? വളഞ്ഞു. താഴോട്ട് വാക്കി എനിക്ക് വായിപ്പിക്കാൻ സമയമില്ല കേട്ടോ. വീട് മൊത്തം വളഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? അപ്പൻ വീട്ടിലെ വാതക്കെ ോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട്, യോവാസ് താഴോട്ടുള്ള വാക്യങ്ങളുണ്ട്, വീട്ടിന്റെ വാതക്കലോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരോട് ചോദിക്കാം, എന്തുവാ ഗിദെയോനെ തന്നായിരുന്നെങ്കിൽ അവനെ ഞങ്ങൾക്കൊന്ന് കൊല്ലാനായിരുന്നു. ഹല്ലേലൂയ. അപ്പം പറഞ്ഞു വേറെ പണിക്ക് പോകണം. ഹല്ലേലൂയ. വേറെ പണിക്ക് വയ്ക്കണമെന്ന്. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാം കേട്ടോ. തമ്പുരാൻ തരുന്ന നിയോഗമനുസരിച്ച് ആരാധനയ്ക്ക് ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലേ, നിന്നെ കൊല്ലാൻ ശത്രു നിൽക്കുമ്പോൾ ഇട്ടുകൊടുക്കുന്നവനല്ല ദൈവം, ഇട്ടുകൊടുക്കുന്നവനല്ല ദൈവം. സ്തോത്രം. നിന്നെ നശിപ്പിക്കാൻ ശത്രു നിൽക്കുമ്പോൾ ഇട്ടുകൊടുക്കുന്നവനല്ല. അതിനുമേൽ അസാധാരണ വിടുതൽ പകരുവാൻ, അതിനുമേൽ അസാധാരണ ജയം തരുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. എല്ലാവരും എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കേട്ട ദൈവിക ദൂതിന്റെ മുൻപിൽ ഒരു ജയം നമ്മെ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട് ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആരാധനയുടെ അടുത്ത തലത്തിലേക്ക് എനിക്ക് മാറണമെന്ന് ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, കർത്താവേ അങ്ങനെ ഒരു തലത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ. ആമേൻ. ഭവനത്തിന്റെ ഉള്ളറകളിൽ ആരാധിക്കാൻ കഴിയാതെ വണ്ണം, ആരാധന വെളിപ്പെടുത്താൻ കഴിയാതെ വണ്ണം ഭവനത്തിന്റെ ഉള്ളറകളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന അന്യാരാധന ശക്തികൾ യേശുവിൻ
ശ്രദ്ധിച്ചേ, ഞാൻ ഇതൊക്കെ വേദന കൊണ്ടായി പറയുന്നത് കേട്ടോ. എൻ്റെ ചോദ്യം, ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റവും കീബോർഡ്, വർഷിപ്പ്, പ്രസംഗം ഇതെല്ലാം ഉള്ള സമയത്ത്, ഉള്ള സ്ഥലത്ത് ഇത് ഉൾക്കൊള്ളാൻ പറ്റാതെ നിങ്ങൾ ഉറങ്ങുന്നെങ്കിൽ വീട്ടിൽ എന്തായിരിക്കും അപ്പാ സ്ഥിതി? നിങ്ങളൊന്ന് എനിക്ക് മറുപടി തന്നാൽ മതി. വീട്ടിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളുടെ വീട്ടിൽ എന്തായിരിക്കും സ്ഥിതി? ഇവിടെ കൈയടിക്ക്, അല്ലേലിയ പറ, ആമയം പറ, പാട്, ചാട് എന്ന് പറയാൻ ആളുണ്ടായിട്ട് നിങ്ങൾക്കിതൊന്നും പറ്റുന്നില്ലെങ്കിൽ, ഇതൊന്നും പറയാൻ ആളില്ലാത്ത നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ആരാധനയെ എനിക്ക് ചുമ്മാതെ ചിന്തിക്കാം. ഒരമണിക്കൂർ നിങ്ങളെ ശ്രദ്ധിച്ചു നിർത്താൻ ഞാൻ പെടുന്ന പാട്. സ്തോത്രം. മാറ്റങ്ങൾ വേണോ? എന്നാ ഇനി? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് നമ്മുടെ കാറ്റങ്ങ് പോകും കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് സമയം അങ്ങ് പോകും. നമ്മളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക വാസ്തവത്തിൽ ചെയ്ത പോലെ വിശ്വസ്തന, വാക്ക് എന്ത് ചെയ്യത്തില്ലെന്ന്. ചാവാറായില്ലേ? കാലങ്ങൾ പോയില്ലേ? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയി തുടങ്ങിയില്ലയോ? ഇനി എന്നാന്ന്? കേറിവാ, കേറിവാ, കേറിവാ പ്രിയരെ. കുഞ്ഞുങ്ങളെ, ഇപ്പൊ കിട്ടുന്ന അവസരമൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ പഠിക്കാൻ എവിടെങ്കിലും പോയാൽ, പിന്നെ കുടുംബജീവിതമായാൽ, പിന്നെ ജോലിയൊക്കെ ആയാൽ ഇതൊന്നും കിട്ടത്തില്ല. ഇപ്പൊ കിട്ടിയ ചാൻസാ. കേറി പിടിച്ചോണമല്ലോ ഒക്കെ. മൊബൈലും ആ കളിയും ഈ കളിയും, ഗെയിം. അരി മേടിക്കാൻ പൈസയില്ല, നെറ്റ് ചാർജ് ചെയ്യുക. അരി മേടിക്കാൻ വരുമാനമില്ല, മൊബൈൽ നെറ്റ്, ഇന്റർനെറ്റ് ചാർജ് ചെയ്തങ്ങ് കളിയാ. ഞാൻ പ്രാർത്ഥിക്കൂ, ഇനി വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. കേബിളിന് കൊടുക്കുക 250-300 രൂപ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇവിടെ ആരെങ്കിലും മരിച്ചോ? ഒരപ്പനെ അതിന്റെ വേദന അറിയൂ. സ്തോത്രം. മനസ്സിലായോ? എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കുന്ന നിങ്ങൾ ഈ പറയുന്നേ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നടക്കുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? പ്രൈസ് ഗാഡ്. ഇന്ന് പകൽ യഥാർത്ഥമായൊരു മാനസാന്തരത്തിന് നിങ്ങൾ തയ്യാറാകണം. ശരിക്കും ഒരു മാറ്റം നിങ്ങളിൽ വേണം. നിങ്ങളുടെ യാഗപീഠങ്ങൾ ശരിക്കും പണിയപ്പെടണം. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഗിദെയോൻ ചെയ്ത ശുശ്രൂഷ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടണം. വെളിപ്പെട്ടാൽ ഇന്ന് പകൽ പട്ടണ ശക്തികൾ ഇളകും. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ഗിദെയോന്റെ ഒന്നാമത്തെ ആരാധനയിൽ നടക്കാത്തത് രണ്ടാമത്തെ ആരാധനയിൽ നടന്നു. ഇന്ന് പകൽ രണ്ടാമത്തെ ആരാധന വെളിപ്പെട്ടത് ചർച്ചിനകത്തല്ല. രണ്ടാമത്തെ ആരാധന വെളിപ്പെട്ടത് വീട്ടിലാ. കേട്ടോ സിദ്ധു? രണ്ടാമത്തെ ആരാധന നിങ്ങളിൽ വെളിപ്പെട്ടാൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ആ രണ്ടാമത്തെ ആരാധനയ്ക്കുള്ള ഊർജമാ ദൈവം ഒന്നാമത്തെ ആരാധനയും തരുന്നത്. ദൈവസഭയ്ക്കകത്ത് നിന്ന് കർത്താവ് നിങ്ങളുടെ മേൽ പകരുന്ന ആത്മീക ബലം രണ്ടാമത്തെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഊർജമാ. അത് വെറുതെ കളയരുത്. അത് ഭവനത്തിൽ വിടുതലാക്കിക്കോണം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും കസേര ഇരിക്കുന്നവരെല്ലാം വന്നേ. കസേര നിൽക്കുന്നവരെല്ലാം വന്നേ. പ്രാർത്ഥിക്കാൻ പോവാം. മുമ്പോട്ട് വന്നിട്ട് എല്ലാവരും മുമ്പോട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും മുമ്പോട്ട് വാ. ഇങ്ങോട്ട് വന്നാട്ടെ. എല്ലാവരും വന്നാട്ടെ.
നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിക്ക് തടസ്സം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന മേഖല എന്താണ്? അതിനെതിരെ ഇന്ന് പകൽക്കാലം യുദ്ധം ചെയ്യാൻ, അതിനെതിരെ പോരാടാൻ നിങ്ങൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. നിങ്ങളിരിക്കുന്ന പായയിരുന്ന് പ്രാർത്ഥിക്കാൻ വീട്ടിൽ ആരും കാണത്തില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഭവനത്തെ ആത്മീക ആരാധനയുടെ ഇടമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവകൃപ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും കർക്കശമായി ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങുന്നു, പൈശാചികൻ പല ഭവനങ്ങളിലും ശക്തമായി എഴുന്നേറ്റ് വരുന്നു എന്ന് ആത്മാവിൽ ദർശിച്ചിട്ടാണ്. അതുകൊണ്ട് ഇന്ന് പകലൊരു ശക്തമായ ആത്മീക വിടുതൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടണം. അതിന് നിങ്ങൾ ഇന്ന് പകൽ ഈ ദൗത്യം ഏറ്റെടുക്കണം. കണ്ണു തുറന്നേ, നിങ്ങൾ കണ്ണടച്ച് നിന്ന് ഇങ്ങനെ ധ്യാനിച്ചാൽ പറ്റുന്നില്ല പരിപാടി. എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം. ലോഗോസ് ചർച്ചിലെ ആത്മീക ഉദ്ധാരണത്തിന് വേണ്ടി കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു എന്നതുപോലെ നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിലെ ആത്മീക ഉദ്ധാരണത്തിന് കുറഞ്ഞത് വീട്ടിൽ ഒരാളെങ്കിലും എഴുന്നേൽക്കണം. വീട്ടിൽ ഒരാളെങ്കിലും, ഒരു ഗിദെയോനെങ്കിലും എന്ത് ചെയ്യണം? ആ ഗിദെയോന്മാർ ഉറങ്ങിപ്പോയാൽ, ആ ഗിദെയോന്മാർ തകർന്നു പോയാൽ ഭവനം മൊത്തം തകരും. നോഹ പെട്ടകം പണിതത് കൊണ്ടാണ് വീട്ടുകാരെല്ലാം എന്ത് ചെയ്തത്? ബാക്കി 7 പേരും കൂടെ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാ? നോഹ എന്ത് ചെയ്തുകൊണ്ടാ? പെട്ടകം പണിയാൻ നോഹ വേണം. എന്റെ കൂടെ വരുന്നുണ്ടോ സഹോദരിമാർ? ശ്രദ്ധിച്ചേ. രാവിലെ 5 മണിയാവുമ്പോ വീട്ടിൽ പായിടാൻ ഒരു സഹോദരി എഴുന്നേൽക്കണം. സ്വന്തം വീട്ടിലെ കാര്യം ഞാൻ പറഞ്ഞു, അപ്പുറത്തെ വീട്ടിൽ പോയി പാടുന്ന കാര്യമല്ല. സ്വന്തം വീട്ടിനകത്ത് പായിടാൻ ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരി എന്ത് ചെയ്യണം? അല്ല, സഹോദരനാണെങ്കിൽ സഹോദരൻ എന്ത് ചെയ്യണം? കുഞ്ഞോൻചാന്റെ വീട്ടിൽ എന്തായാലും പായിടാൻ അച്ചാരേ പറ്റൂ. അപ്പൊ 5 മണിക്ക് പായിടാൻ അച്ചാൻ എന്ത് ചെയ്യണം? എഴുന്നേറ്റിട്ട് ബാക്കിയുള്ളവരെ കൂടെ ഉണർത്തി പറ്റുന്നിടത്തോളം ഇന്നു മുതൽ ആ ശുശ്രൂഷ ഏറ്റെടുക്കണം. വീട്ടിലെ ആ ശുശ്രൂഷ, വൈകിട്ടും രാവിലെയും വീട്ടിനകത്ത് യാഗപീഠം പണിയുന്ന ശുശ്രൂഷ അങ്ങ് ഏറ്റെടുക്കുക. എന്നിട്ട് കുഞ്ഞോൻചാൻ തന്നെ പാസ്സായിക്കോ. വീട്ടിലെ നാളെ ചർച്ച തുടങ്ങരുത്, വീട്ടിലെ പാസ്സായിക്കോണം. 2 വിശ്വാസികളുണ്ടോ വീട്ടിൽ? ഇപ്പം ആ 2 പേരോട് എന്ത് ചെയ്യണം? വചനം പറയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വോത്രാചേരാൻ അതും മേടിച്ചു, ഞായറാഴ്ച ഇവിടെ കൊണ്ടിട്ടാ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഉള്ള കുഞ്ഞുങ്ങൾ ഇവിടെ, ഒറ്റയ്ക്ക് വിശ്വാസത്തിലുള്ള കുഞ്ഞുങ്ങളില്ല. ഒറ്റയ്ക്ക് വിശ്വാസത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളായിരിക്കട്ടെ ആ വീട്ടിൽ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കാൻ വേണ്ടി പായിടേണ്ടത്. ഒറ്റയ്ക്ക് വിശ്വാസത്തിലുള്ള സഹോദരിമാരുണ്ടെങ്കിൽ നിങ്ങളായിരിക്കണം നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണ്ടേ? ഗ്രേസി ആന്റി വീട്ടിൽ എന്ത് ചെയ്യണം? പായിടണം. എത്ര മണിക്കാ? രാവിലെ പായിടണം. ഞാൻ വളരെ നിയോഗത്തോടെ പറയുന്നത്, രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം? യാഗപീഠത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുക. ഓർണാവട്ടത്തിൻ്റെതല്ല, നിങ്ങളുടെ വീടിന്റെ. കേട്ടോ മറിയാമേ? പറഞ്ഞ കേട്ടോ? നിങ്ങളുടെ വീടിന്റെ ശുശ്രൂഷ എന്ത് ചെയ്യണം? ആരാ? ലാരി ഏറ്റെടുക്കോ? മനോജ് ഏറ്റെടുക്കൂ? മനോജ് ഏറ്റെടുക്കില്ലേ? ആരാ ഏറ്റെടുക്കുന്നത്? ഉറപ്പാണോ? ഏറ്റെടുത്താൽ ഈ വർഷം അത്ഭുതങ്ങൾ കാണാം. രഞ്ജു ഏറ്റെടുക്കോ? റോയ് ബ്രദറിനെ വിളിക്കണോ? അവിടെ ആരാ ഏറ്റെടുക്കുന്നത്? ആണോ? ഏറ്റെടുക്കാറുണ്ടോ? സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ സീരിയസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കമൽ സിസ്റ്റർ, ഞാൻ പറയുന്നതിന്റെ സീരിയസ് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? നിങ്ങളുടെ വീട്ടിന്റെ ശുശ്രൂഷ നിങ്ങൾ ഒരാൾ എന്ത് ചെയ്യണം? അച്ഛനെ വിളിച്ചു, ഗ്രേസിയാന്റെ അച്ഛനെ വിളിച്ചു, അച്ഛൻ വന്നില്ല. ഡോൺ വറി. 1 മാസം തന്നിരുന്ന് പ്രാർത്ഥിച്ചു നോക്ക്, അച്ഛൻ സ്വയമേ വരും. മുട്ടയിരിക്കും അവിടെ.
കൊച്ചുങ്ങൾ സ്വയമേ വരും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുമോ? അത് ഏറ്റെടുക്കുന്നവരുടെ കൂടെ നിങ്ങൾ സഹകരിക്കുമോ? എന്തുവാ നിങ്ങളുടെ തീരുമാനം? ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കുന്നവരുടെ കൂടെ സഹകരിക്കുമോ? സഹകരിക്കും. അത്രയെങ്കിലും പറഞ്ഞല്ലോ, ഒരു സഹകരിക്കും. എന്ത് ചെയ്യേ? എനിക്കറിയണം ഓരോ വീട്ടിലെ പുരോഹിതൻ ആരാണെന്ന് എനിക്കിന്നറിയണം. നിങ്ങളുടെ വീട്ടിലെ പുരോഹിതൻ ആരാണെന്ന് എനിക്കിന്നറിയണം. അവർക്ക് കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അരവിന്ദാക്ഷൻ ബ്രദറിന്റെ വീട്ടിലെ പുരോഹിതൻ ആരാ? അരവിന്ദാക്ഷനാണോ? ഓക്കെ. അപ്പൊ അരവിന്ദാക്ഷൻ ആയിരിക്കണം രാവിലെ എന്ത് ചെയ്യേണ്ടത്? പുരോഹിതനെ വിശ്വാസി വിളിച്ചുണർത്തേണ്ടി വരരുത്. പുരോഹിതനെ എന്ത് ചെയ്യരുത്? പാസ്റ്റേ 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 5 മണി ആയെന്ന് പറയേണ്ട അവസ്ഥ വരരുത്. ഞാൻ നിയോഗത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. സ്റ്റീഫന്റെ വീട്ടിലാരാ പുരോഹിതൻ? സിസ്റ്റർ ചില സമയത്ത് എന്ത് ചെയ്യത്തില്ല, ശരീരം അനുവദിക്കത്തില്ല. ആ കെട്ട് തെയ്യം പൊട്ടിക്കും. അനുവദിക്കത്തില്ലെങ്കിൽ പുരോഹിതനായിക്കൂടെ? പാസ് ഇച്ചിരി തിരക്കായാലും അസിസ്റ്റന്റ് ആയിക്കൂടെ? എന്നിട്ട് ഈ രണ്ടുപേരെ അതിനകത്ത് എന്ത് ചെയ്യണം? സഹകരിപ്പിക്കണം. എടാ, എൻ്റെ 6 വയസ്സുള്ള ആൽവിന് രാവിലെ എഴുന്നേപ്പിക്ക് അവന് പായ വരാമെങ്കിൽ ഈ പോത്തുപോലെ വളർന്നു നിൽക്കുന്ന ഈ കുഞ്ഞുക്കാന്ന പറ്റാത്തേ? ഞാൻ മനസ്സിലാക്കാത്തുള്ളൂ. ഇത്രയും വളർന്ന് ഈ തലമുറയ്ക്കാന്ന പറ്റാത്തതെന്ന്. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുന്നില്ല. പ്രയത്നിച്ചാൽ അത് സംഭവിക്കും. പ്രൈസ് ഗാഡ്. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തെ യാഗപീഠം പണിയാൻ ഓരോ ഭവനത്തിൽ നിന്ന് ഓരോരുത്തർ കുറഞ്ഞെഴുന്നേൽക്കണം. ഇനി എല്ലാ കണ്ണുകളും അടച്ചാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ്, എൻ്റെ ഭവനത്തിനകത്ത് ഒരാരാധന വെളിപ്പെടേണ്ടതിന് എൻ്റെ മേലൊരു അഭിഷേകത്തെ നീ പകരണം. അതിനുവേണ്ടി ഒരു ഗിദെയോനായി മാറാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് ഈ പകൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങനൊരു ശുശ്രൂഷ, എൻ്റെ ഭവനത്തിൻ്റെ ശുശ്രൂഷ ഞാൻ ഏറ്റെടുക്കുന്നു. ചർച്ചിൻ്റെ അല്ല, ദേശത്തിൻ്റെ അല്ല, എൻ്റെ ഭവനത്തിൻ്റെ. അതിനുള്ളൊരു ബലം എൻ്റെ മേൽ പകരണം, അതിനുള്ള കൃപ എൻ്റെ മേൽ പകരണം എന്നുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ ഭവനത്തിനകത്ത് അച്ഛനുണ്ടോ, അമ്മാമയുണ്ടോ, കുഞ്ഞുണ്ടോ, വലുതുണ്ടോ, ചെറുതുണ്ടോ എന്നൊന്നും വിഷയമല്ല. ഒരു ഗിദെയോനായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മനിയോഗത്തോടെയും ഹൃദയഭാരത്തോടെയും വേദനയോടെയും ഈ ദൂത് ഞാൻ ഞങ്ങളോട് കൈമാറുമ്പോൾ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കാം. വീട്ടിനകത്തത് വെളിപ്പെട്ടാൽ പട്ടണശക്തി ഇളകും. പട്ടണത്തിൻ്റെ കെട്ടുകൾ പൊട്ടും. പട്ടണത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയും. നിന്റെ അപ്പൻ ഇന്ന് നിനക്ക് അനുകൂലമല്ല, പക്ഷേ നിന്റെ അപ്പനെ ദൈവം നിനക്ക് അനുകൂലമാക്കും. നിന്റെ ഭർത്താവിനെ ദൈവം അനുകൂലമാക്കും. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുകൂലമാക്കും. നിന്റെ അയൽ ഭവനത്തുകാരെ ദൈവം അനുകൂലമാക്കും. തുടാമന ശകതലഘടകസിയാന അന്തൽ പൗഡപരധേരിഘടക ക്ഷന്തൽ പൗഡപക്ഷസിയാന. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഭാവേ ചർച്ചിനകത്ത് നിങ്ങൾ ആരാധിക്കുന്നത് പോലെ നിങ്ങളുടെ ഭവനത്തിനകത്ത് മുഴങ്കാൽ മടക്കി നിങ്ങൾ ആരാധിക്കുക. നിങ്ങളുടെ ഭവനത്തിനകത്ത് അന്യഭാഷ പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുക. കൈ അടിച്ച് നിങ്ങൾ ആരാധിക്കുക. പാടി പ്രാർത്ഥിച്ച് നിങ്ങൾ ആരാധിക്കുക. എന്നിട്ട് ചില നാളുകൾ കഴിയുമ്പോൾ നിങ്ങളതിൻ്റെ വ്യത്യാസം എന്നോട് പറയുക. ഗിദെയോന്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടായെങ്കിൽ, ഗിദെയോന്റെ ഭവനത്തിൽ വ്യത്യാസം ഉണ്ടായെങ്കിൽ, അവന്റെ കുടുംബത്തിൽ മാറ്റങ്ങൾ വന്നെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലും അത് സംഭവിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞാട്ടെ, കർത്താവേ, അതിനുവേണ്ടി ഇന്ന് പകൽ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ എന്ന് ആത്മാവിലെന്ന് പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ. ഭവനാന്തരീക്ഷത്തിനകത്ത് ആരാധനയ്ക്ക് തടസ്സമായ ബാലിന്റെ ശക്തികൾ, ആരാധനയ്ക്ക് തടസ്സമായ അസേരയുടെ ശക്തികൾ, ആരാധനയ്ക്ക് തടസ്സമായ ഇന്റർനെറ്റിന്റെ ശക്തികൾ, ആരാധനയ്ക്ക് തടസ്സമായ മീഡിയ, ആരാധനയ്ക്ക് തടസ്സമായ TV, ആരാധനയ്ക്ക് തടസ്സമായ കേബിൾ കണക്ഷൻ, ആരാധനയ്ക്ക് തടസ്സമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞിട്ട് ഒരു പ്രത്യേക ആത്മീക തലം ഭവനത്തിന്റെ ഉള്ളിൽ ഇന്നു മുതൽ വെളിപ്പെട്ടു വരട്ടെ.
യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, അതിനുവേണ്ടി ഓരോ കുടുംബത്തെയും ദൈവം എഴുന്നേൽപ്പിക്കുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ വിടുതൽ നടക്കത്തില്ലല്ലോ. ഇങ്ങനെ പോയാൽ ഈ പട്ടണത്തിലെ വിടുതൽ നടക്കത്തില്ലല്ലോ. അതിന് ഈ ജനത്തെ നീ എഴുന്നേൽപ്പിച്ചേ മതിയാകൂ. ഈ ജനത്തെ നീ പണിതേ മതിയാകൂ. ഈ ജനത്തെ നീ ഒരുക്കിയ മതിയാകൂ. ജീസസ് നെയിം. അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ ജനത്തിന് മേൽ അതിലുള്ള ഒരു തീയെ തമ്പുരാൻ ഇടാൻ പോകുകയാണ്. അതിലുള്ള തീയെ ദൈവം ഇടാൻ പോകുകയാണ്. ഭവനത്തിനകത്തൊരു പുരോഹിതനാകാൻ, വീട്ടിനകത്തൊരു പുരോഹിതനാകാൻ യേശുവിൻ നാമത്തിൽ സ്വർഗം അത് ചെയ്തതിനായി സ്തോത്രം. ഈ വെളിപ്പാട് ഇവരകത്ത് ഒരു വലിയ പെയിനായി, ഒരു വലിയ നിയോഗമായി ഈ പകൽ മുതൽ മാറിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇയ്യോബിന്റെ വീട്ടിലെ ആരാധനയുടെ പുരോഹിതൻ ആരായിരുന്നറിയോ? ഇയ്യോബ. ഇതെല്ലാ ദിവസവും രാവിലെ ആ ശുശ്രൂഷ താൻ എന്ത് ചെയ്യും? മുടങ്ങാതെ ചെയ്യും. നഷ്ടമായോ? സംഭവിച്ചുകൂടാത്തത് പലതും ആ വീട്ടിൽ എന്ത് ചെയ്തു? പക്ഷേ രാവിലെ എഴുന്നേറ്റ് മുട്ടയിലിരുന്നത് നഷ്ടമായില്ലെന്ന് ഇയ്യോബ് പിന്നത്തെ ഇതിൽ പറഞ്ഞു. നഷ്ടപ്പെട്ടത് എങ്ങനെ കൊടുത്തെന്ന? ഇനി നമുക്കെല്ലാം നഷ്ടപ്പെടാതിരിക്കുന്നതാ എന്ത് സന്തോഷം അല്ലേ? നഷ്ടപ്പെടാതിരുന്നായിരുന്നെങ്കിൽ അത്രേ ഉള്ളായിരുന്നു. നഷ്ടപ്പെട്ടത് കൊണ്ട് ഇരട്ടിയായി കൊടുത്തു. പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ എന്തു വരും? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. രാവിലെ എഴുന്നേറ്റ് മുട്ടയിരുന്നവനെ, കുടുംബ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിച്ചവനെ, നിനക്ക് ഈ നഷ്ടം എന്തുകൊണ്ടാണ് വന്നതെന്ന് ആ ചോദ്യത്തിനൊന്നും ഇന്ന് നമുക്ക് മറുപടിയില്ല. സ്തോത്രം. പക്ഷെ നഷ്ടപ്പെട്ടത് കൊണ്ട് ഇരട്ടിയായി കൊടുത്തത്. ലോഗോസിന് 30 സെന്റ് വസ്തുവിന് നഷ്ടം വന്നെങ്കിൽ അത് ഒരേക്കറാക്കി തരാൻ ദൈവശക്തനാണ്. അതൊരു ഗ്രൗണ്ട് ആക്കി തരാൻ ദൈവശക്തനാണ്. ചില പരിമിതമായ ലക്ഷങ്ങൾ നഷ്ടം വന്നെങ്കിൽ അതിനെ കോടികളാക്കി തരാൻ ദൈവശക്തനാണ്. നമ്മൾ പലപ്പോഴും വിലയിരുത്തുന്നത് ഈ നഷ്ടം പ്രാർത്ഥിച്ചിട്ട് നഷ്ടം വന്ന ഇയ്യോബിനെയാണ്. പ്രാർത്ഥിച്ചിട്ട് ആ കുടുംബം പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും രക്ഷ പക്ഷേ അവര് രക്ഷപ്പെടുന്നത് കാണുന്ന നമ്മുടെ കാറ്റങ്ങ് പോകും. അതാണ് നമ്മുടെ പ്രശ്നം. അവര് ഭയങ്കര തുള്ളലും ബഹളവും ഒക്കെ ആയിരുന്നു. അവരെന്ത് ചെയ്തില്ലല്ലോ? രക്ഷപ്പെട്ടില്ലല്ലോ. പക്ഷെ അവര് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. പക്ഷെ അവര് രക്ഷപ്പെടുന്നതിന് കാണുന്നു നമ്മുടെ കാറ്റങ്ങ്. എല്ലാം പറഞ്ഞാൽ മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ നഷ്ടമുണ്ട്, കഷ്ടമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഒരാമയും പറഞ്ഞാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നിനക്ക് ഇരട്ടിയാക്കി നിന്റെ കരങ്ങളിൽ തരാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ വിശ്വാസം ഒരാമയും പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ഈ നിയോഗം നിങ്ങൾ ഏറ്റെടുക്കണം. അടുത്ത ആഴ്ച ഈ നിയോഗമായിട്ട് നിങ്ങൾ വരാവൂ. ഈ ഒരാഴ്ച ഈ ദൂതിന്റെ മേലുള്ള വിടുതലുമായിട്ട് നിങ്ങൾ വരാവൂ. നിങ്ങളുടെ വീട്ടിലെ പുരോഹിതനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാറണം. ഭർത്താവ്, കുഞ്ഞുങ്ങൾ, തലമുറ ആരൊക്കെ ഭവനത്തിനകത്തുണ്ടോ അവരെയെല്ലാം ആരാധനകൾക്കായി വീട്ടിനകത്ത് ഒരുക്കുക. ദൈവത്തിന്റെ വചനം നിങ്ങൾ വീട്ടിൽ വായിക്കുക. മലയാളം അറിയാത്തവർക്ക് കുഞ്ഞുങ്ങൾ വചനം വായിച്ച് കേൾപ്പിക്കുക. ദൈവവചനം നിന്റെ വീട്ടിനകത്ത് ഒഴുകട്ടെ. ഉറക്കെ നിന്റെ വീട്ടിനകത്ത് വചനം നീ വായിക്കണം. പിശാചിന് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ദൈവത്തിന്റെ വചനം. അത് നിന്റെ ഭവനത്തിനകത്ത് നീ എന്ത് ചെയ്യുക? വായിക്കുക, വായിച്ച് കേൾപ്പിക്കുക, കൈയടിച്ച് ആരാധിക്കുക, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുക. വലിയ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൽ ദൈവം ചെയ്യാൻ പോവുക. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം പറയും. ഇന്ന് നമ്മുടെ വീട്ടിൽ ഈ പ്രാർത്ഥന ആരാധനയൊക്കെ നടക്കുമ്പോൾ തൊട്ട വീട്ടിലുള്ള അയൽക്കാരൊക്കെ നോക്കുമ്പോൾ ആരാധിച്ചിട്ടും ഇയ്യോബിന്റെ ഒന്നാമത്തെ ദിവസം ആരാധിച്ചു, പിറ്റേന്ന് ഇയ്യോബിന്റെ ആട് ചത്തു. രണ്ടാമത്തെ ദിവസം ആരാധിച്ചു, പിറ്റേന്ന് ഇയ്യോബിന്റെ പോത്ത് ചത്തു. മൂന്നാമത്തെ ദിവസം ആരാധിച്ചു, ഇയ്യോബിന്റെ എരുമ ചത്തു. നാലാമത്തെ ദിവസം ആരാധിച്ചു, ഇയ്യോബിന്റെ ഒട്ടകം ചത്തു. അവൻ 1 മാസം കഴിഞ്ഞു ആരാധിച്ചു, ഇയ്യോബിന്റെ മൂത്ത മോൻ ചത്തു, രണ്ടാമത്തെ മോള് ചത്തു. എത്ര ശവോടൊക്കെ ഒരു വീട്ടിൽ. ഒരാമ പറഞ്ഞാട്ട്
എത്ര ശവടക്ക സ്വോത്രം, ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെ പെന്തക്കോസിന്റെ പഞ്ചായത്തിൽ എന്ത് ചെയ്യത്തില്ല. പുള്ളി പറഞ്ഞു, ഞാൻ ചത്താലും ഇത് വിട്ടുപോകുന്ന പരിപാടി ഇല്ല. ഒരാമയും പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അത് നോക്കി കളിയാക്കി നിന്നവർ പിന്നത്തേതിൽ കണ്ടത് ഇരട്ടിയായി ഇതെല്ലാം വീട്ടിൽ വന്ന് കയറുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടൊന്ന് പകൽക്കാലം ഏറ്റെടുക്കുക. ഭവനത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ, പ്രാർത്ഥനയുടെ ദൗത്യത്തെ, ശുശ്രൂഷയുടെ നിയോഗത്തെ ഒരുമിച്ച് നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് മടങ്ങിപ്പോയി അതായത് സ്ഥാനങ്ങളിരിക്കാം. കർത്താവ് നിങ്ങളെ ഇന്ന് പകൽ ഈ ദൂതനാൽ, ഈ വചനത്താൽ, ഈ ആത്മീക ആലോചനയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്യാവശ്യമായി പ്രാർത്ഥനാ വിഷയങ്ങൾ, സാക്ഷ്യവും പറയാൻ താല്പര്യമുള്ള ദൈവമക്കൾ വേഗത്തിൽ ദൈവസന്നിധിയിൽ നയിക്കുക. അത്യാവശ്യമായി മാത്രം സാക്ഷ്യവും എനിക്കൊരു പ്രാർത്ഥനാ വിഷയം പറയാനുണ്ട്, ഒരു ദൈവമക്കളുടെ മുമ്പിൽ ഒരു വാക്ക് ബോധിപ്പിക്കാനുണ്ട് എന്ന് താല്പര്യം